ചോദ്യം ഇവിടെ എഴുതി വെച്ചിരുന്നു. എന്താണ് ചോദ്യം? ചോദിച്ചാൽ മതി. ആരാ എഴുതിയത്? കഴിഞ്ഞ നമ്മളെ ക്ലാസ്സിൽ ചർച്ച ചെയ്ത് അവിടെ ഒരു മന്ത്രത്തിൽ പറഞ്ഞു യഥാവധ്യനുശാസനം. അതായത് ഉപദേശത്തിന്റെ, ഉപനിഷത്ത് വിദ്യയുടെ ഉപദേശത്തിന്റെ പരമാവധി ഇത്രയാണ്. യഥാ സർവേ പ്രമുച്യന്തി കാമ യേസി ഹൃദി ശ്രുതാ. ഒരുവന്റെ ഹൃദയത്തിൽ, അന്ധകരണത്തിൽ സ്ഥിതി ചെയ്യുന്ന കാമങ്ങളെല്ലാം പരിസമാപിക്കുന്നു. അധ മർത്യോ അമൃതോ ഭവതി. മനുഷ്യൻ അമൃതനായിത്തീരുന്നു. ഏതാവധ്യനുശാസനം എന്ന് പറഞ്ഞു. അപ്പോൾ ആ കാമങ്ങൾ അവിടെ ഭാഷ്യകാരൻ വ്യാഖ്യാനിച്ചപ്പോൾ പറഞ്ഞു. ആത്മബോധത്തിന് തടസ്സമായി നിൽക്കുന്നത്, സാക്ഷാത് നേരിട്ട് തടസ്സമായി നിൽക്കുന്നത് അജ്ഞാനമാണ്. അവിടെ തന്നെ വിശദീകരണത്തിൽ പറഞ്ഞു, വാസ്തവത്തിൽ ആത്മപ്രകാശത്തിന് ഒന്നും തന്നെ തടസ്സമല്ല. കാരണം അത് പരിപൂർണമാണ്, സ്വയം പ്രകാശിക്കുന്ന ഒന്നാണ്. അപ്പൊ അതിനെ തടയുന്നതിന് കെൽപ്പുള്ള രണ്ടാമതൊന്നില്ല. ആ അർത്ഥത്തിലാണ് അതിനെ പ്രതിരോധിക്കാൻ ശക്തിയുള്ള, അതിന് തുല്യമായി മറ്റൊന്നും തന്നെ ഇല്ല. പിന്നെ ഇതെല്ലാം തടസ്സങ്ങളായി വരുന്ന ഇവിടെ സാധനാ മാർഗത്തിൽ, സാധനയെ പുരോഗമിക്കുന്നിടത്താണ് ഇതെല്ലാം തടസ്സമായി വരുന്നത്. ജ്ഞാനത്തിനെ തടയാൻ ഒന്നിനും കഴിവില്ല. ജ്ഞാനത്തിനെ തടയാൻ കെൽപ്പുള്ള മറ്റെന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ, എങ്കിൽ അതിനെ അതിജീവിച്ച് ജ്ഞാനത്തിന് ഒരിക്കലും പ്രകാശിക്കാൻ കഴിയാതെ വന്നനെ. പക്ഷെ ജ്ഞാനം പ്രകാശിക്കുന്നു. അത് സ്വയം ശക്തമാണ്, സ്വയം പൂർണ്ണമാണ്. അങ്ങനെയുള്ള ഒന്നിന് തടസ്സപ്പെടുത്താൻ മറ്റൊന്നിനും ശേഷിയില്ല. അപ്പൊ ഈ തടസ്സങ്ങളെന്ന് പറയുന്നതെല്ലാം, പ്രതിബന്ധങ്ങളെല്ലാം പുരോഗതിക്കാണ്. അതാണ് ജ്ഞാനത്തെ നിരതിശയം എന്ന് പറയുന്നത്. ഏറ്റക്കുറച്ചിലില്ലാത്ത, ഏറ്റക്കുറച്ചുള്ള ഒരു വസ്തുവിലാണ് പ്രതിബന്ധങ്ങളുണ്ടാവുക, അതിനെ ബാധിക്കുക. ഇതെല്ലാം അപ്പോൾ യാതൊരു ഏറ്റക്കുറച്ചിലും ഇല്ലാത്ത ഒന്നാണ്, നിരതിശയമാണ് ജ്ഞാനം. അപ്പോൾ അതിനെ തടയാനോ, അതിനെന്തെങ്കിലും ന്യൂനത വരുത്താനോ, അതിനെന്തെങ്കിലും കൂട്ടാനോ കുറയ്ക്കാനോ ഒന്നും ശക്തിയുള്ള മറ്റൊന്നും തന്നെ ഇല്ല. അതുകൊണ്ട് എല്ലാ പ്രതിബന്ധങ്ങളും പറയുന്നത് ആ ജീവന്റെ സാധനയുടെ പുരോഗതിക്കാണ് തടസ്സങ്ങളായി പറയുന്നത്. എല്ലാ പ്രതിബന്ധങ്ങളും ഉണ്ടെന്ന് പറയുന്നു. കാമത്തെ സംബന്ധിച്ചും അതുപോലെയുള്ള മറ്റ് എല്ലാത്തിനെ സംബന്ധിച്ചും അങ്ങനെയാണ്. അതാണ് നമ്മൾ കഴിഞ്ഞ ചർച്ച ചെയ്തത്. ഇന്നിപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന ഭഗവത്ഗീതയാണ്. ഭഗവത്ഗീത, ഭഗവത ഗീതം, ഭഗവാനാൽ ഗാനം ചെയ്യപ്പെട്ടത് എന്നാണ് അതിന്റെ അർത്ഥം തന്നെ. ഗീത നാകാരാന്ത സ്ത്രീലിംഗ ശബ്ദത്തിനാണ് ഗീത എന്ന് നമ്മൾ പറയുന്നത്. ഗാനം ചെയ്യപ്പെട്ടത് എന്ന് പറയുമ്പോൾ ഗീതം എന്ന് പറയണം. ഗീത എന്ന് വരാൻ കാരണം ഗീതയെ ഉപനിഷത്ത് എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. ഉപനിഷത്ത് എന്ന് പറയുന്നത് സ്ത്രീലിംഗ ശബ്ദമാണ്. ഉപനിഷത്ത് അതിന്റെ വിശേഷണമായി വന്നപ്പോൾ ഗീതം എന്നുള്ളത് ഗീത എന്നായി. ഇവിടെ ഗാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭഗവാൻ ഉപദേശിച്ചത് എന്നുള്ള അർത്ഥത്തിൽ, ഭഗവാൻ പാടി എന്നുള്ള അർത്ഥത്തിനല്ല. ഭഗവാൻ അർജുനനോട് നടത്തിയ സംഭാഷണമാണ്
അതിനെ ഗാനമാക്കിയത് വ്യാസഭഗവാനാണ്. അതിന് പേര് നൽകിയതും, അതായത് താൻ നിർമ്മിച്ച ഗാനങ്ങൾ, അത് ഭഗവാന്റെ ഉപദേശമാണ്. അതുകൊണ്ട് ഉപദേശം എന്നുള്ള അർത്ഥത്തിൽ അതിന് ഗീത എന്ന് പേര് കൊടുത്തു. ഓരോ അധ്യായത്തിന്റെയും അവസാനത്തിൽ ഇത് ശ്രീമദ് ഭഗവത്ഗീതാസൂപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ എന്ന് പറയുന്നിടത്തെല്ലാം ഇതിനെ ഉപനിഷത്തായിട്ടാണ് പറയുന്നത്. ഉപനിഷത്തിന്റെ വിശേഷണമായിട്ടെടുക്കുന്നു. കാരണം ഇതൊരു ഉപനിഷത്താണ്. ഉപനിഷത്തെന്ന് പേര് വരാൻ കാരണം ഗീത വാസ്തവത്തിൽ ഉപനിഷത്തല്ല. ഉപനിഷത്ത് ശ്രുതിയുടെ ഭാഗമാണ്, വേദത്തിന്റെ ഭാഗമാണ്. വേദത്തിൽ ഗീത വരുന്നില്ല, ശ്രുതിയായി അതിനെ പരിഗണിക്കുന്നില്ല. ഉപനിഷത്ത്, ഗീത, ബ്രഹ്മസൂത്രം, പ്രസ്ഥാനത്രയം, 3 പ്രസ്ഥാനങ്ങൾ. അതിൽ ബ്രഹ്മസൂത്രവും ഗീതയും വേദത്തിന്റെ ഭാഗമല്ല, അത് ഉപനിഷത്തല്ല. ഉപനിഷത്തല്ലെങ്കിലും ഉപനിഷത്തിന് തുല്യമായൊരു സ്ഥാനം ഇതിനാചാര്യന്മാർ നൽകിയിട്ടുണ്ട്. വാസ്തവത്തിൽ ഇത് സ്മൃതിയാണ്. കാരണം ഇതിഹാസത്തിന്റെ ഭാഗമാണ്, മഹാഭാരതത്തിന്റെ ഭാഗമാണ്. ദാർശനികമായ ചർച്ചയിൽ വേദം ഒഴികെ ബാക്കി സർവവും സ്മൃതികളായിട്ടാണ് കണക്കാക്കുന്നത്. ഇതിഹാസ പുരാണങ്ങളെല്ലാം സ്മൃതി കൂടിയിൽപ്പെടും. അതിന് സ്മൃതികളുടെ ഭാഗമായിട്ടാണ്. അതിനെ തന്നെ പിന്നെ വിഭജനം ചെയ്യുന്നതാണ് പുരാണം, ഇതിഹാസം, ധർമ്മമീമാംസ എന്നെല്ലാം പറഞ്ഞ് സ്മൃതികളെ വേർതിരിക്കുന്നു. പൊതുവെ എല്ലാത്തിനെയും സ്മൃതി എന്ന് പറയും. ഭാഷ്യകാരൻ തന്നെ ഗീതയെക്കുറിച്ച് പരാമർശിക്കുന്ന പല ഭാഗങ്ങളിലും ഇത് ഗീതാസ്മൃതേഹേ, ഇങ്ങനെ ഗീതാസ്മൃതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ സ്മൃതി എന്നേ പറയത്തുള്ളൂ. പക്ഷെ എന്നാലും ഇവിടെ ഗീതാധ്യാനത്തിൽ തന്നെ പറയും സർവോപനിഷദോ ഗാവോ ദോഗ്ധ ഗോപാലനന്ദന പാർത്ഥോ വത്സ സുധീർ ഭുക്ത ദുഗ്ധം ഗീതാമൃതം മഹത്. സർവ ഉപനിഷത്തുക്കളെയും ഗോക്കളാക്കി, പാർത്ഥനെ പശുക്കിടാവാക്കി ഭഗവാൻ കറന്നെടുത്ത, അതാണ് ദുഗ്ധം, ക്ഷീരം. ഉപനിഷത്തുക്കളിൽ നിന്ന് കറന്നെടുത്ത ദുഗ്ധമാണ് ഗീതാമൃതം. ഈ മോക്ഷശാസ്ത്രം, ഗീത എന്ന് പറയുന്ന മോക്ഷശാസ്ത്രം എന്ന് പറയുന്നുണ്ട് ഗീതാധ്യാനത്തിൽ. അതുകൊണ്ട് ഗീത ഉൾക്കൊള്ളുന്നത് ഉപനിഷത്തിന്റെ സാരമാണ്. ഉപനിഷത്തുകളുടെ നമ്മൾ കഠോപനിഷത്തിൽ തന്നെ പഠിച്ചു, ഊർധ്വമൂലോ അവാക്ശാഖ, അത്തരം പല മന്ത്രങ്ങളും അതുപോലെ തന്നെ ഗീതയിലേക്ക് വന്നിട്ടുമുണ്ട്. വലിയ വ്യത്യാസമൊന്നും കൂടാതെ. ന ജായതേയം പ്രിയദേവ വിപശ്ച നായം കശ്ചിത് എന്നെല്ലാം പറയുന്ന കഠോപനിഷത്ത് മന്ത്രങ്ങൾ പലതും ഗീതയിൽ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടിത് ഉപനിഷത്തിന്റെ സാരത്തെ ഉൾക്കൊള്ളുന്നതുകൊണ്ടും ഉപനിഷത്തുകളുമായി ശബ്ദത്തിൽ പോലും സാദൃശ്യമുള്ളതുകൊണ്ടും ഇതിനെ ഒരു ഉപനിഷത്തായി, ഉപനിഷത്തിന് തുല്യമായി, അതുകൊണ്ട് ഉപനിഷത്തായി ആചാര്യന്മാർ പരിഗണിക്കുന്നു. അതുകൊണ്ടിവിടെ ഉപനിഷത്തായി ഇതിനെ വിശേഷിപ്പിക്കുകയാണ് ശ്രീമദ് ഭഗവത്ഗീതാസു ഉപനിഷത്സു എന്നാണ്. അതുകൊണ്ടാണ് ഭഗവത്ഗീത എന്ന് ആകാരാന്ത സ്ത്രീലിംഗമായിട്ട് ഗീതാശബ്ദം പ്രയോഗിച്ചിരിക്കുന്നത്. ഗീത നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് 1-ാം അധ്യായം, നമ്മൾ 1-ാം അധ്യായം മുതലാണ് തുടങ്ങുന്നത്. ഇതിന്റെ ആ പശ്ചാത്തലം, 1-ാം അധ്യായത്തിന് അത് ആവശ്യമാണ്. അതിന്റെ ഐതിഹാസികമായ പശ്ചാത്തലം, ഇതിഹാസവുമായി ബന്ധപ്പെട്ട പശ്ചാത്തലം ശരിക്കും മനസ്സിലാക്കിയാലേ ഈ 1-ാം അധ്യായം മനസ്സിലാകത്തുള്ളൂ. മഹാഭാരതത്തിൽ ഈ ഗീതയ്ക്ക് മുമ്പ് വരുന്ന ഭാഗങ്ങൾ ഒരാൾ അവശ്യം പഠിച്ചിരിക്കണം, വായിച്ചിരിക്കണം.
എന്നാലേ ഗീതയുടെ ഈ തുടക്കം എന്താണെന്ന് പിടികിട്ടത്തുള്ളൂ. ഇതിന് വ്യാഖ്യാനിച്ച പല പണ്ഡിതന്മാർക്ക് കൂടി അബദ്ധം പറ്റിയിട്ടുണ്ട്. കാരണം മഹാഭാരതത്തിന്റെ ആ പശ്ചാത്തലം മനസ്സിലാക്കാതെ വ്യാഖ്യാനിച്ചുണ്ട്. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ എന്ന് തുടങ്ങുന്ന ഈ ഭാഗം ഇതും ഇതിന്റെ പൂർവ്വഭാഗവുമായിട്ടുള്ള ബന്ധം, പ്രത്യേകിച്ച് 1-ാം അധ്യായവും പൂർവ്വഭാഗവുമായിട്ടുള്ള ബന്ധം. 2-ാം അധ്യായം മുതൽ പിന്നെ അവിടെ ഇതിഹാസം വരുന്നില്ല, പിന്നെ തത്വചിന്ത മാത്രമാണ്. പക്ഷെ 1-ാം അധ്യായത്തിൽ അങ്ങനെയല്ല. യുദ്ധത്തിന്റെ പശ്ചാത്തലം വിശദീകരിക്കുന്നു. അവിടെ സഞ്ജയന്റെയും ധൃതരാഷ്ട്രന്റെയും സംഭാഷണം തുടങ്ങിയ പല കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ യുദ്ധത്തെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ. അപ്പൊ ഗീതയെക്കുറിച്ച് പ്രധാനമായിട്ട് 2 തരത്തിലുള്ള കാഴ്ചപ്പാടാണ്. ഒന്ന് തികച്ചും താത്വികമായിട്ടുള്ള കാഴ്ചപ്പാട്, ദാർശനികമായ കാഴ്ചപ്പാട്. അങ്ങനെ വരുമ്പോൾ അവിടെ യുദ്ധഭൂമി, ഉപദേശിക്കുന്ന വ്യക്തി, ശ്രോതാവ്, ഇതെല്ലാം തികച്ചും താത്വികമായ അർത്ഥമേയുള്ളൂ. അതായത് ഒരു ഐതിഹാസികമായ പശ്ചാത്തലത്തെ അവിടെ കണക്കിലെടുക്കുന്നില്ല. അങ്ങനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. അപ്പോൾ യുദ്ധഭൂമി എന്ന് പറയുന്നത് നമ്മുടെ അന്ധകരണം തന്നെ. നമ്മൾ കഠോപനിഷത്തിൽ പഠിച്ച രഥരൂപകം അവിടെ പറയുന്നുണ്ടല്ലോ, ഇന്ദ്രിയങ്ങൾ കുതിരകളാണ്, മനസ്സ് കടിഞ്ഞാണാണ്, ശരീരരഥമാണ്, വിഷയങ്ങൾ ഇന്ദ്രിയങ്ങളാകുന്ന കുതിരകൾക്ക് സഞ്ചരിക്കാനുള്ള വഴികളാണ്. രഥസ്വാമിയുണ്ട്, ബുദ്ധി സാരഥിയാണ്, ഒരു രഥസ്വാമി അതിനകത്തുണ്ട്. അപ്പോൾ ആ പറയുന്ന രഥരൂപക കൽപ്പനയും ഗീതയിലെ ഉപദേശങ്ങളെയെല്ലാം താരതമ്യപ്പെടുത്തി അതിനെ രണ്ടും ബന്ധപ്പെടുത്തി അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇതിഹാസ സംബന്ധിയായിട്ടൊന്നുമില്ല. ഇവിടെ ഗീതയുടെ ഈ പശ്ചാത്തല വിവരണം കേവലം താത്വികമാണ്. അതിന് ഐതിഹാസികമായോ ചരിത്രപരമായോ യാതൊരു ബന്ധവുമില്ല. ആ തരത്തിലും വ്യാഖ്യാനിക്കാം. ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്ന രഥരൂപകത്തെ ഇവിടെ ഒരു ഇതിഹാസത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു കഥാരൂപത്തിൽ അവതരിപ്പിക്കുന്നു. പക്ഷെ അതിന്റെ തത്വത്തെ ഗ്രഹിച്ചാൽ മതി. അങ്ങനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. പക്ഷെ മഹാഭാരതവും ഗീതയും എല്ലാം ഒരു ചരിത്ര സംഭവമാണ്. ഇവിടെ ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു അവതാരപുരുഷൻ ജീവിച്ചിരുന്നു. കുരുക്ഷേത്രത്തിൽ മഹാഭാരത യുദ്ധം നടന്നു. ആ സന്ദർഭത്തിൽ ഭഗവാൻ അർജുനന് ഉപദേശിച്ചു എന്ന് വിശ്വസിച്ച് അതിനനുസരിച്ച് വ്യാഖ്യാനിക്കുന്ന മറ്റൊരു വ്യാഖ്യാന രീതി. അതായത് ഇതിന്റെ ഈ ഐതിഹാസിക പശ്ചാത്തലത്തെ അംഗീകരിച്ചുകൊണ്ട് ചരിത്രാംശത്തെ എല്ലാം സ്വീകരിച്ചുകൊണ്ടുള്ള വേറൊരു വ്യാഖ്യാന രീതി. അങ്ങനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് മഹാഭാരതത്തിന്റെ ഇതിന്റെ പശ്ചാത്തല വിവരണം ശരിക്കും മനസ്സിലാക്കേണ്ടി വരുന്നത്. പ്രാചീന വ്യാഖ്യാതാക്കളെല്ലാം, പ്രാചീന വ്യാഖ്യാതാക്കൾ എന്ന് പറയുമ്പോൾ അതിന് പ്രധാനമായിട്ട് ശങ്കരാചാര്യസ്വാമികളുടെ അദ്വൈത ഭാഷ്യമാണ് ഏറ്റവും മുഖ്യം. പ്രാചീന വ്യാഖ്യാനങ്ങളിൽ ഏറ്റവും പ്രാചീനമായി, അതായത് ഇന്ന് കിട്ടുന്ന വ്യാഖ്യാനങ്ങളിൽ പ്രാചീനമായിരിക്കുന്നത് ആചാര്യസ്വാമിയുടെ വ്യാഖ്യാനമാണ്. സംസ്കൃത വ്യാഖ്യാനങ്ങൾ, അത് കഴിഞ്ഞ് രാമാനുജാചാര്യരുടെ, മാധ്വാചാര്യരുടെ, ഇതെല്ലാം ഇന്ന് പ്രസിദ്ധീകരിച്ചിട്ടുള്ള വ്യാഖ്യാനങ്ങളാണ്. 2 പ്രധാനപ്പെട്ട വ്യാഖ്യാനങ്ങളാണ്. വല്ലഭാചാര്യരുടെ വ്യാഖ്യാനം, അതൊന്ന് പ്രസിദ്ധീകരിച്ച് കിട്ടുന്നുണ്ട്. ശ്രീധരാചാര്യരുടെ, ഭാഗവതത്തിനും മറ്റും വ്യാഖ്യാനം എഴുതിയ ശ്രീധരാചാര്യരുടെ വ്യാഖ്യാനം.
അഭിനവഗുപ്തന്റെ വ്യാഖ്യാനം അത് വളരെ പ്രസിദ്ധമാണ്. പിന്നെ ആധുനികനായിരുന്ന മധുസൂദന സരസ്വതിയുടെ വ്യാഖ്യാനം, അതിനുശേഷം വന്ന ശങ്കരാനന്ദി വ്യാഖ്യാനം, ഇതെല്ലാം പ്രസിദ്ധങ്ങളായ വ്യാഖ്യാനങ്ങളാണ്, സംസ്കൃതത്തിൽ പ്രസിദ്ധങ്ങളായിരിക്കുന്ന വ്യാഖ്യാനങ്ങളാണ്. ഈ വ്യാഖ്യാനങ്ങളുടെ എല്ലാം പിന്നെ വിശദീകരണങ്ങൾ, ടീകകളോടുകൂടി ഗീത പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതെല്ലാം സംസ്കൃതത്തിലാണെന്നേ ഉള്ളൂ. നമുക്കൊന്നും കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്നതാണ് ഈ വ്യാഖ്യാനങ്ങളെല്ലാം. ഈ വ്യാഖ്യാതാക്കളെല്ലാം തന്നെ, അതുപോലെ തന്നെ നീലകണ്ഠാചാര്യരുടെ മഹാഭാരതം മുഴുവൻ വ്യാഖ്യാനിച്ച ആളാണ് നീലകണ്ഠാചാര്യർ. മഹാഭാരതത്തിന് മൊത്തം വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ഗീതയ്ക്കും വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. അപ്പൊ ഈ വ്യാഖ്യാനങ്ങളെല്ലാം തന്നെ ഇതിന്റെ ഐതിഹാസിക പശ്ചാത്തലത്തെ അംഗീകരിച്ചുകൊണ്ടാണ്. അതിൽ അഭിനവഗുപ്തന്റെ വ്യാഖ്യാനം മാത്രം ആ ഒരു ഭാഗത്തേക്ക് നോക്കാതെ കേവലം താത്വികമായ രീതിയിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്. അത് ഇന്ന് കിട്ടുന്നതാണ്. വളരെ സംക്ഷിപ്തമായ വ്യാഖ്യാനമാണ്. അവിടെ ഇതിഹാസ പുരാണം ഒന്നും അവിടെ ചർച്ച ചെയ്യുന്നില്ല. നേരത്തെ പറഞ്ഞതുപോലെ ഇതെല്ലാം ഒരു ജീവന്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അവിടെ ഉപദേഷ്ടാവും ശ്രോതാവും എല്ലാം ഉള്ളിൽ തന്നെയുണ്ട്. രഥം, ശരീരം തന്നെ നേരത്തെ നമ്മൾ ഉപനിഷത്തിൽ ചർച്ച ചെയ്തതുപോലെ ആ രീതിയിൽ അഭിനവഗുപ്ത ആചാര്യൻ വ്യാഖ്യാനിക്കുന്നുണ്ട്. പിന്നെ യോഗാത്മകമായി വ്യാഖ്യാനിക്കുന്നവരുമുണ്ട്. അങ്ങനെയുള്ള വ്യാഖ്യാനങ്ങളും തികച്ചും യോഗശാസ്ത്രപരമായി വ്യാഖ്യാനിക്കുന്നുണ്ട് ഗീതയെ. ഇങ്ങനെ പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളുണ്ട്. അതിൽ മിക്കവാറും എല്ലാവരും ഭഗവാൻ ഇത് ഉപദേശിച്ചതായിട്ടും ഇതൊരു ചരിത്ര സംഭവമായിട്ട് തന്നെ സ്വീകരിച്ചാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത്. പക്ഷെ ആധുനിക വ്യാഖ്യാതാക്കളിൽ പലരും അതൊന്നും അംഗീകരിക്കുന്നില്ല. അവരിതിനെ കേവലം താത്വികമായിട്ട് വ്യാഖ്യാനിക്കുന്നു. ഇവിടെ ആചാര്യസ്വാമികൾ തുടക്കത്തിൽ തന്നെ പറയും, ഇവിടെ ദേവകിയുടെ പുത്രനായി ഭഗവാൻ അവതരിച്ചു, കുരുക്ഷേത്ര ഭൂമിയിൽ ഇത് അർജുനനെ ഉപദേശിച്ചു. അതൊരു പരമാർത്ഥമാണെന്നുള്ള നിലയ്ക്കാണ് ഭാഷ്യകാരൻ വ്യാഖ്യാനിച്ചത്, ഒരു ചരിത്ര സംഭവമായിട്ട്. ഗീതയുടെ മറ്റൊരു പ്രത്യേകത, നമ്മൾ ഭാരതത്തിൽ നിലവിലിരുന്ന പ്രാചീനമായ എല്ലാ സമ്പ്രദായക്കാരും, അദ്വൈതം, വിശിഷ്ടാദ്വൈതം, ദ്വൈതം, പല സമ്പ്രദായങ്ങളുണ്ട്. ദ്വൈതത്തിൽ തന്നെ എത്രയോ ഭേദങ്ങളുണ്ട്. നമ്മുടെ മലയാള നാട്ടിൽ അതെല്ലാം കുറവാണെങ്കിലും വടക്കേ ഇന്ത്യയിൽ എന്നും നിലവിലിരിക്കുന്ന ഒരുപാട് സന്യാസ സമ്പ്രദായങ്ങളുണ്ട്. ഗുരുപരമ്പരകൾ, ആശ്രമങ്ങൾ, അത് ഏത് സമ്പ്രദായക്കാരായാലും ശരി. അഭിനവഗുപ്താചാര്യൻ എന്ന് പറയുന്ന ആള് അതേ ഒരു പൂർണ്ണമായ ശൈവ സമ്പ്രദായക്കാരനാണ്. ശൈവാദ്വൈതം പ്രചരിപ്പിച്ച ആളാണ്. കാശ്മീരി ശൈവിസത്തിന്റെ പ്രചാരകനായിരുന്നു. ശൈവമായാലും വൈഷ്ണവമായാലും ഏത് സമ്പ്രദായമായാലും എല്ലാ സമ്പ്രദായത്തിലെയും പ്രത്യേകിച്ചും സന്യാസി പരമ്പരയിൽപ്പെട്ടവരും ഗൃഹസ്ഥ സമ്പ്രദായത്തിൽപ്പെട്ടവരും ആരായാലും ശരി നിത്യപാരായണത്തിന് ഉപയോഗിക്കുന്ന ഒരു പുസ്തകമാണ് ഭഗവത്ഗീത. ഏത് സമ്പ്രദായത്തിൽപ്പെട്ട സന്യാസിമാരായാലും ഗീതയിലെ ഒരധ്യായം എങ്കിലും ഒരു ദിവസം നിഷ്ഠയോടുകൂടി പാരായണം ചെയ്തിരിക്കണം എന്നൊരു വിശ്വാസം ഇത് ഭാരതത്തിൽ ഉടനീളം പ്രചരിച്ചിട്ടുണ്ട്. എല്ലാ ആശ്രമങ്ങളിലും, പ്രത്യേകിച്ചും വടക്കേ ഇന്ത്യയിലുള്ള എല്ലാ ആശ്രമങ്ങളിലും സന്യാസിമാരുടെ നിത്യപാരായണത്തിൽ ഒരുമിച്ച് ഉള്ള പാരായണം ഇതെല്ലാം ചെയ്യുന്നിടത്ത് ഗീതയുടെ ഒരധ്യായം എങ്കിലും ഒരു ദിവസം നിർബന്ധമായും അവർ പാരായണം ചെയ്തിരിക്കും. എല്ലാ സന്യാസിമാരും ഏത് സമ്പ്രദായത്തിൽപ്പെട്ടവരായാലും ശരി അവരുടെ കയ്യിൽ
ഒരു ചെറിയ ഗീതാപുസ്തകം ഏത് സമയത്തും ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ അത് നിത്യപാരായണത്തിന് വേണ്ടി അവരങ്ങനെ സൂക്ഷിച്ചിരിക്കും. അത്രയും സർവ സമ്പ്രദായത്തിൽപ്പെട്ടവർക്കും സ്വീകാര്യമായ സർവസമ്മതമായ മറ്റൊരു ഗ്രന്ഥം, മറ്റു രാമായണമോ അല്ലെങ്കിൽ മറ്റൊന്നിനും ഇത്രയും എല്ലാ സമ്പ്രദായക്കാർക്കും സമ്മതമായൊരു ഗ്രന്ഥം ഇല്ല. അതും പല ദർശനങ്ങളും പരസ്പരം ശക്തമായി ഖണ്ഡന മണ്ഡനങ്ങളെല്ലാം നടത്തുന്നതാണ് പല സമ്പ്രദായക്കാരും. പക്ഷെ അവരെല്ലാവരും സ്വീകരിച്ചിരിക്കുന്ന ഗീതയാണ്. അത് തന്നെയാണ് ഗീതയുടെ ഏറ്റവും വലിയ മഹത്വം. എന്നുവെച്ചാൽ സർവ ദർശനങ്ങളെയും സർവ തത്വചിന്തകളെയും ഉൾക്കൊള്ളുന്നതിനുള്ള മഹത്വം അത് ഗീതയ്ക്കുണ്ട്. ഗീതയുടെ ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ടാണ് ഇതിന് ഇത്രയധികം വ്യാഖ്യാനങ്ങൾ പ്രചരിച്ചിരിക്കുന്നത്. പഴയ കാലത്ത് തന്നെ മറ്റു ഒരു ആധ്യാത്മിക ഗ്രന്ഥത്തിനും ഇത്രയും വ്യാഖ്യാനങ്ങൾ ഉണ്ടായിട്ടില്ല ഗീത പോലെ. ഉപനിഷത്തുകൾക്കോ ബ്രഹ്മസൂത്രത്തിനോ ഒന്നും ഗീതയ്ക്കുണ്ടായിട്ടുള്ളതുപോലെയുള്ള അതിന്റെ വ്യാഖ്യാനം ആ രീതിയിൽ ഉണ്ടായിട്ടില്ല. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇതിനകത്ത് സർവദർശനങ്ങളെയും സർവ കാഴ്ചപ്പാടുകളെയും ഇതിനകത്ത് ഉൾക്കൊള്ളുന്നുണ്ട്. അതുകൊണ്ട് ഒരു ജീവന്റെ അഭിരുചിക്കനുസരിച്ച് അയാളുടെ വാസനയ്ക്കനുസരിച്ച് ഇഷ്ടമുള്ള ഏതൊരു മാർഗവും ഗീതയിൽ നിന്ന് ഒരാൾക്ക് തിരഞ്ഞെടുക്കാൻ കഴിയും. ശങ്കരാചാര്യർ ഗീതയെ വളരെ കർക്കശമായ രീതിയിൽ അദ്വൈത പ്രതിപാദകമായിട്ടാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത്. അത് ജ്ഞാനമാണ് മോക്ഷത്തിന് കാരണം, അദ്വൈതമാണ് സത്യം, പ്രപഞ്ചം മിഥ്യയാണ് തുടങ്ങി ശങ്കരാചാര്യ സിദ്ധാന്തങ്ങളെല്ലാം ഇവിടെ സമർത്ഥിച്ചിരിക്കുകയാണ്. ജ്ഞാനകർമ്മ സമുച്ചയത്തെ ഖണ്ഡിക്കുക, കർമ്മം മോക്ഷത്തിന് കാരണമല്ല എന്ന് സമർത്ഥിക്കുക, ഇതെല്ലാം ഇത് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിന് നേരെ വിപരീതമായ രീതിയിൽ പ്രപഞ്ചം സത്യമാണ്, ദ്വൈതം സത്യമാണ് എന്ന് തുടങ്ങിയ ആശയങ്ങൾ അത് വരത്തക്ക രീതിയിലും ഗീതയെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അങ്ങനെ എത്രയോ നമുക്ക് പരസ്പര വിരുദ്ധങ്ങളെന്ന് തോന്നുന്ന നിരവധി വ്യാഖ്യാനങ്ങൾ ഗീതയ്ക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്തരം ആശയങ്ങളെല്ലാം ഗീതയിൽ നിന്ന് ഒരാൾക്ക് ആവിഷ്കരിക്കാൻ കഴിയും. അത്ര ബൃഹത്വമാണ് ഗീതയുടെ ആശയം എന്ന് നമുക്ക് മനസ്സിലാക്കാം. അദ്വൈതപരമായി ഗീതയിലെ ഏറ്റവും പ്രസിദ്ധമായത് ആചാര്യസ്വാമിയുടെ ഭാഷ്യമാണ്. അതുപോലെ അദ്വൈത പ്രതിപാദകങ്ങളായി വരുന്ന അതുപോലെ പ്രസിദ്ധമായ മറ്റൊരു വ്യാഖ്യാനമാണ് മധുസൂദന സരസ്വതി ഗൂഢാർത്ഥ ദീപിക. ശങ്കരാചാര്യ സ്ഥാനത്തിരുന്ന് പിൽക്കാലത്ത് ശങ്കരാനന്ദി വ്യാഖ്യാനം, അതുപോലെ അദ്വൈത പറയുന്നതാണ്. നീലകണ്ഠാചാര്യരുടെ നീലകണ്ഠി വ്യാഖ്യാനം, ഇതെല്ലാം അദ്വൈത പ്രതിപാദകങ്ങളായ വ്യാഖ്യാനങ്ങളാണ്. ഹനുമത് ആചാര്യർ എന്ന് പറഞ്ഞൊരു പ്രാചീനമായ വ്യാഖ്യാനമുണ്ട്. ആ വ്യാഖ്യാനത്തിന്റെ പേര് കേട്ടാൽ നമ്മൾ ഭയന്നു പോകും. പൈശാചികി ഭാഷ്യമെന്നാണ്. അദ്വൈത പ്രതിപാദമായ ഗീതയുടെ ഒരു വ്യാഖ്യാനമാണ്. അതുപോലെ പ്രാചീനമായ ഗീതയ്ക്ക് ഒരു വ്യാഖ്യാനമുണ്ട്, വിദ്യാധിരാജ വ്യാഖ്യാനം. വിദ്യാധിരാജ പണ്ഡിതർ എന്ന് പറയുന്ന ആൾ ഗീതയ്ക്ക് വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. ഈ പുസ്തകങ്ങളെല്ലാം ഇന്നും കിട്ടുന്ന പുസ്തകങ്ങളാണ്. നമുക്കറിയാൻ വയ്യാത്ത എത്രയോ വ്യാഖ്യാനങ്ങളുണ്ട്. സംസ്കൃതത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള വ്യാഖ്യാനങ്ങളാണ്.
ഇതെല്ലാം അദ്വൈത വ്യാഖ്യാനങ്ങളാണ്. ഇതൊന്നും ഒരു മനുഷ്യന്റെ ആയുഷ്കാലത്ത് വായിച്ചു തീർക്കാൻ പറ്റത്തില്ല. ഇപ്പൊ തന്നെ സംസ്കൃതത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള 7 വ്യാഖ്യാനങ്ങളോ പ്രസിദ്ധമായ 7 വ്യാഖ്യാനങ്ങളോടുകൂടി ഒരു ഗീത സംസ്കൃതത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 14 വ്യാഖ്യാനങ്ങളോടുകൂടി വേറൊന്ന് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. എല്ലാം ഇപ്പോൾ നോർത്ത് ഇന്ത്യയിൽ നിന്ന് പ്രസിദ്ധീകരിച്ചിട്ടുള്ളതാണ്. ഇത് നമുക്ക് ഒരായുസ് കൊണ്ട് വായിച്ചു തീർക്കാൻ പറ്റത്തില്ല. പിന്നെ പ്രത്യേക പ്രാധാന്യമുള്ള ചില ശ്ലോകങ്ങളോ അല്ലെങ്കിൽ കൂടുതൽ വിശദീകരണം ആവശ്യമുള്ള ഭാഗങ്ങളോ വരുമ്പോൾ ഈ ടീകകളുടെ വ്യാഖ്യാനങ്ങളുടെയൊക്കെ സഹായം തേടാം എന്നുള്ളതേ ഉള്ളൂ. അതിൽ കഴിഞ്ഞത് മുഴുവൻ വായിച്ചു തീർക്കാൻ സാധ്യമല്ല. മാധവാചാര്യരുടെയും രാമാനുജാചാര്യരുടെയും എല്ലാം ഭാഷ്യങ്ങൾക്ക് വളരെ വിപുലമായ വ്യാഖ്യാനങ്ങൾ ടീകകളാണുള്ളത്. 1, 2 വ്യാഖ്യാനങ്ങളുണ്ട്. അതെല്ലാം വായിച്ചു തീർക്കാൻ പറ്റത്തില്ല. പക്ഷെ അതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, അതിവിപുലമായ ഒരു ആശയപ്രപഞ്ചം ഗീത ഉൾക്കൊള്ളുന്നുണ്ട് എന്നാണ്. പിന്നെ ആധുനികമായ വ്യാഖ്യാനങ്ങൾ എത്രയോ അടുത്ത കാലത്ത് എഴുതിയിട്ടുള്ള എത്രയോ ഉണ്ട്. അപ്പോൾ അതിന്റെ വൈപുല്യത്തെ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം അതൊന്ന് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. ഗീത വളരെ ലാഘവത്തോടെ നിസ്സാരമായി നമുക്ക് സമീപിക്കേണ്ട ഒരു ഗ്രന്ഥമല്ല. പ്രാചീനവും ആധുനികവുമായ അതിന്റെ കാഴ്ചപ്പാടുകൾ അത്രയും വിപുലമാണ്, ഗഹനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു തന്നേ ഉള്ളൂ. ഈ ഗീതയിൽ നമ്മൾ സാധാരണ ചൊല്ലുന്ന ഒരു ധ്യാന ശ്ലോകമാണ്. പാർത്ഥായ പ്രതിബോധിതം. ഗീത വായിക്കുന്നവർക്കെല്ലാം അറിയാം. ആരാണ് ഇതെഴുതിയെന്നുള്ള അജ്ഞാതമാണ്. വളരെ പ്രചാരത്തിലുള്ള ഒന്നാണത്. വളരെ സാരവത്തായ അർത്ഥഗർഭമായ ഒന്നാണ് ധ്യാനശ്ലോകം. അതുപോലെ ഗീതാമഹാത്മ്യം ഉണ്ട്. പുരാണങ്ങളിൽ തന്നെ ഗീതാമഹാത്മ്യങ്ങളുണ്ട്. ലഘുവായ ഒരു ഗീതാ മഹാത്മ്യം, ഗീതാശാസ്ത്രമിതം പുണ്യം എന്ന് തുടങ്ങുന്ന ഒന്നുണ്ട്. അതുപോലെ പിൽക്കാലത്ത് എഴുതിയിട്ടുള്ളതാണ്. ഗീതയുടെ ഒരു പ്രത്യേകത, ഇതിന്റെ ഓരോ അധ്യായത്തിനും ഒരു പേര് കൊടുക്കുന്നുണ്ട്. സാഖ്യയോഗം, കർമ്മയോഗം. ഈ ഓരോ അധ്യായത്തിനും കൊടുത്തിരിക്കുന്ന ഈ പേരുകൾ ഇതും പിൽക്കാലത്ത് ആരോ എഴുതി ചേർത്തായിട്ടാണ് ഇതിനെക്കുറിച്ചുള്ള പഠിതാക്കളെല്ലാം പറയുന്നത്. കാരണം ഈ പേരുകളൊന്നും അതേപടി ഈ പ്രാചീന വ്യാഖ്യാനങ്ങളിലൊന്നും സ്വീകരിച്ചിട്ടില്ല. പറയുന്നത് ഇത് സാഖ്യയോഗമാണ്, കർമ്മയോഗമാണ്. സാഖ്യയോഗം, കർമ്മയോഗം എന്നുള്ള നിലയ്ക്ക് ഈ 3 ആചാര്യന്മാരും സ്വീകരിക്കുകയോ വ്യാഖ്യാനിക്കുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് അതും പിൽക്കാലത്ത് ഗീതയിൽ അങ്ങനെ വിഷയവിഭജനം ചെയ്ത് ആരോ ഇതിന് കൊടുത്തിട്ടുള്ള പേരാണ്. ആ പേരുകളെല്ലാം അർത്ഥവത്താണ്. പേരിൽ ന്യൂനതകളില്ല. പക്ഷെ അത് വ്യാസഭഗവാന്റെ സൃഷ്ടിയല്ല എന്ന് ഇങ്ങനെ ഇതിനെക്കുറിച്ച് പഠിക്കുന്നവർ പറയുന്നുണ്ട്. അതിന് കാരണം ഭാഷ്യകാരന്മാരാരും തന്നെ ആ പേരിൽ ഈ അധ്യായങ്ങളെ വിശേഷിപ്പിക്കുന്നില്ല. ആചാര്യസ്വാമികൾ പലയിടത്തും പേരുകൾ പറയുന്നുണ്ട്. അത് മറ്റു പേരുകളാണ് പറയുന്നത്. എന്തായാലും ആ പേരുകൾ അന്വർത്ഥങ്ങളാണ്, അതായത് അർത്ഥവത്താണ്. പക്ഷെ അത് വ്യാസകൃതം അല്ല എന്നാണ് പലരുടെ അഭിപ്രായം. മധുസൂദന സരസ്വതി ഗീതയെ വ്യാഖ്യാനിക്കുമ്പോൾ ഇതിനെ 3 കാണ്ഡങ്ങളായി തിരിച്ചിട്ടാണ് വ്യാഖ്യാനിക്കുന്നത്. അതായത് 18 അധ്യായം. 18 അധ്യായം, 6 അധ്യായങ്ങൾ വീതമുള്ള 3 കാണ്ഡങ്ങൾ. അതിൽ ആദ്യത്തെ 6 അധ്യായം കർമ്മകാന്ഡം, അത് കഴിഞ്ഞ് വരുന്ന 6 അധ്യായം ഉപാസനാകാന്ഡം, അവസാനം വരുന്നത് ജ്ഞാനകാന്ഡം. അങ്ങനെയാണ്. അങ്ങനെ വേർതിരിക്കാൻ കാരണം വേദങ്ങൾ അങ്ങനെയാണ്. വേദത്തിൽ 3 ജ്ഞാന, കർമ്മ, ഉപാസ്തി, അങ്ങനെ 3 കാണ്ഡങ്ങളാണ്. വേദത്തിലും വരുന്നുണ്ട് കർമ്മകാന്ഡം,
പിന്നെ ഉപാസനകളെ കുറിച്ച് പറയുന്ന ഭാഗങ്ങൾ, വൈദിക ഉപാസനകളെ കുറിച്ച് പറയുന്ന ഉപാസനാകാന്ഡം. ഉപാസന എന്ന് പറയുമ്പോൾ വിവിധ ധ്യാന സമ്പ്രദായം. പിന്നെ തത്വജ്ഞാനം പ്രധാനമായി വരുന്ന ഉപനിഷത് ഭാഗങ്ങൾ. അങ്ങനെ വേദം 3 കാണ്ഡങ്ങളുള്ളതാണ്. ആ വേദസാരമാണ് ഗീത. ഗീതയിലും 3 കാണ്ഡങ്ങളുണ്ട്. അതാണ് 6 അധ്യായങ്ങളായി വേർതിരിച്ചിരിക്കുന്നത്. അതിൽ ആദ്യത്തെ കാണ്ഡം അദ്വൈതപരമായി വ്യാഖ്യാനിക്കുമ്പോൾ പറയുന്നത് 6 അധ്യായങ്ങൾ തത്വമസി തത് ത്വം അസി എന്ന് പറയുന്ന 3 പദങ്ങളുടെ വ്യാഖ്യാന രൂപത്തിലാണ് ഈ കാണ്ഡങ്ങൾ എന്നാണ് മധുസൂദന സരസ്വതി വ്യാഖ്യാനിക്കുന്നത്. അതിൽ തന്നെ ജ്ഞാനം, കർമ്മം, ഭക്തി, ഭക്തിക്ക് അവിടെ പ്രാധാന്യം കൊടുക്കുന്നു. കർമ്മമിശ്രമായ ഭക്തി, അതാദ്യത്തെ കാണ്ഡത്തിൽ. ശുദ്ധഭക്തി അടുത്തു വരുന്ന കാണ്ഡത്തിൽ. ജ്ഞാനമിശ്രമായിരിക്കുന്ന ഭക്തി, അത് അവസാന കാണ്ഡത്തിൽ. ഇങ്ങനെ ഭക്തിക്ക് പ്രാധാന്യം കൊടുത്തിട്ടാണ്. അദ്വൈതിയാണെങ്കിലും ഭക്തനായിരുന്നു മധുസൂദന സരസ്വതി. വംശീ വിഭൂഷിതകര നവനീരദാഭാത് എന്ന് പറയുന്ന ശ്ലോകം എഴുതിയ ആളാണ്. കൃഷ്ണ പരം തത്വമഹം ന ജാനേ എന്ന ശ്ലോകം എഴുതിയ ആളാണ് മധുസൂദന സരസ്വതി. ഭക്തിരസായനം, ഭക്തിശാസ്ത്രത്തെ, ഭക്തിരസായനം പോലെയുള്ള ഭക്തിയുടെ ദാർശനികമായ ഭാഗത്തെ വിപുലമായി പ്രതിപാദിക്കുന്ന, ഗഹനമായി പ്രതിപാദിക്കുന്ന ഒന്നാണ് ഭക്തിരസായനം എന്ന കൃതി, സംസ്കൃത കൃതി. അതെല്ലാം എഴുതിയിട്ടുള്ള ആളാണ് മധുസൂദന സരസ്വതി. അതേസമയം അദ്വൈതത്തിൽ അദ്വൈതസിദ്ധി പോലെയുള്ള വളരെ ഗഹനങ്ങളായ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ വ്യാഖ്യാനം വളരെ ശ്രദ്ധ അർഹിക്കുന്ന ഒന്നാണ് ഗീതയെ സംബന്ധിച്ചിടത്തോളം. അപ്പം അതിങ്ങനെ 3 കാണ്ഡങ്ങളായി തിരിച്ച് തത്വമസിയുടെ വ്യാഖ്യാനമായിട്ടും, എന്നാൽ കർമ്മ മിശ്രമായ ഭക്തി, ശുദ്ധഭക്തി, ജ്ഞാനമിശ്രമായ ഭക്തി എന്നിങ്ങനെ ഭക്തിക്ക് പ്രാധാന്യം കൊടുത്തും എല്ലാം വളരെ താത്വികമായ ഒരു വ്യാഖ്യാനമാണ് മധുസൂദന സരസ്വതിയുടെ വ്യാഖ്യാനം. പ്രധാന ഭാഗങ്ങൾ വരുമ്പോൾ നമുക്ക് അതിനെ പരാമർശിക്കാം. നമ്മളിപ്പോൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് പ്രധാനമായിട്ട് ശാങ്കരഭാഷ്യം. കാരണം ശാങ്കരഭാഷ്യത്തിനാണ് കൂടുതൽ പ്രചാരം കിട്ടിയിട്ടുള്ളത് ഗീതാഭാഷ്യങ്ങളിൽ, പ്രാചീന വ്യാഖ്യാനങ്ങൾ. ഇവിടെ ഒന്നാം അധ്യായത്തിന് ഭാഷ്യകാരൻ വ്യാഖ്യാനം രചിച്ചിട്ടില്ല. അത് രചിക്കാത്തതിന് കാരണം ഇവിടെ ഭാഷ്യം രചിച്ചിരിക്കുന്നത് ഗീതയ്ക്കാണ്. അത് നേരത്തെ പറഞ്ഞു, ഭഗവാന്റെ ഉപദേശം. അതിനാണ് ഭാഷ്യം രചിച്ചത്. ഭഗവാന്റെ ഉപദേശം തുടങ്ങുന്നത് അശോച്യാൻ അന്വശോചസ്തു പ്രജ്ഞാവാദാംശ ഭാഷസെ എന്ന് തുടങ്ങിയ ഭാഗം മുതലാണ്. അതുകൊണ്ട് ഭാഷ്യകാരൻ അവിടെ മുതലേ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഗീതയുടെ പശ്ചാത്തലം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ 1-ാം അധ്യായം ഇതിൽ ചേർത്തിരിക്കുന്നത്. പരമാർത്ഥത്തിൽ ഇത് ഗീതയിൽ ഉൾപ്പെടുന്നില്ല. ഗീത എന്ന് പറയുമ്പോൾ ഉപദേശമാണ്. ഇവിടെ ഉപദേശമില്ല, അതുകൊണ്ട് തന്നെ അത് ഉൾപ്പെടുന്നില്ല. പക്ഷെ മറ്റു പല വ്യാഖ്യാതാക്കളും, ആചാര്യസ്വാമികൾ ഒഴികെയുള്ള മധുസൂദന സരസ്വതി, ആനന്ദഗിരി പോലെയുള്ള വ്യാഖ്യാതാക്കളെല്ലാം 1-ാം അധ്യായം വ്യാഖ്യാനിച്ചിട്ടുണ്ട്. 1-ാം അധ്യായം മുതലേ തുടങ്ങി. കാരണം ആ പശ്ചാത്തലം ഒന്ന് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ടാണ്. അതിന്റെ ഒരു ഐതിഹാസികമായ പശ്ചാത്തലം ഇവിടെ വ്യക്തമാകുന്നുണ്ട്. വാസ്തവത്തിൽ മഹാഭാരതത്തിൽ ഭഗവത്ഗീത പർവം എന്ന് പറഞ്ഞതിനൊരു ഭാഗമുണ്ട്. ആ ഭഗവത്ഗീത ഭീഷ്മപർവത്തിലാണ് ഭഗവത്ഗീത പർവം. ആ ഭഗവത്ഗീത പർവത്തിൽ 1-ാം അധ്യായം പോലെ ഉള്ള കുറെ അധ്യായങ്ങളുണ്ട് ഇതിനു മുമ്പിലായിട്ട്. അതെല്ലാം ഗീതയുടെ പശ്ചാത്തലമാണ്.
ആ സംഭാഷണങ്ങളുടെ തുടർച്ചയായിട്ടാണ് ഇവിടെ ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ എന്നിങ്ങനെ തുടങ്ങുന്നത്. ഇതിനു മുമ്പുള്ള ഭാഗത്ത് മഹാഭാരത യുദ്ധം തുടങ്ങിക്കഴിഞ്ഞു. 10 ദിവസത്തെ യുദ്ധം കഴിഞ്ഞു. 10ാം ദിവസം യുദ്ധത്തോടുകൂടി ഭീഷ്മ പിതാമഹൻ യുദ്ധഭൂമിയിൽ വീണു. മരിച്ചിട്ടില്ല, വീണ് കിടക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ഭീഷ്മ പിതാമഹന്റെ പതനം ധൃതരാഷ്ട്രയെ അറിയിക്കുന്നതിന് വേണ്ടി സഞ്ജയൻ കൊട്ടാരത്തിലെത്തിച്ചേരും. കൊട്ടാരത്തിൽ ഇരിക്കുന്ന അന്ധനായ രാജാവിനോട് സഞ്ജയൻ ഈ വിവരങ്ങളെല്ലാം പറയുന്നു. അതാണ് ഇതിന് മുമ്പ് വരുന്ന അധ്യായങ്ങളിൽ ഭഗവത്ഗീത പർവ്വത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ഭീഷ്മൻ യുദ്ധഭൂമിയിൽ വീണ വിവരം പറയുന്നു. അത് കഴിഞ്ഞ് ധൃതരാഷ്ട്രന്റെ വിലാപമാണ്. ധൃതരാഷ്ട്ര പറയും, എന്റെ തകരാറ് കൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചത്. എന്റെ കുമന്ത്രണം, തെറ്റായ ഉപദേശം, അതാണ് ഈ നൈഷ്ഠിക ബ്രഹ്മചാരിയായ പിതാമഹനായ ഭീഷ്മരെ യുദ്ധഭൂമിയിൽ വീഴ്ത്തിയത് എന്നെല്ലാം പറഞ്ഞ് സ്വന്തം കുറ്റങ്ങളെല്ലാം സമ്മതിക്കും. പിന്നെ പാണ്ഡവന്മാരെ കുറ്റം പറയും, തന്റെ പുത്രനെ ദുര്യോധനെ കുറ്റം പറയും. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇതിനുശേഷം സ്വയം പറയും, എന്തായാലും യുദ്ധത്തിൽ പാണ്ഡവരെ ജയിക്കത്തുള്ളൂ. ഇത്തരത്തിലെല്ലാം ആത്മഗതമായും സഞ്ജയനോടും പല കാര്യങ്ങളും സംസാരിച്ചതിന് ശേഷം യുദ്ധത്തെക്കുറിച്ച് ചോദിക്കുന്നു. എങ്ങനെയാണ് ഈ യുദ്ധം ആരംഭിച്ചത് എന്ന് ചോദിക്കുന്നു. അത് പലതവണ ചോദിക്കുന്നുണ്ട്. യുദ്ധത്തിന്റെ ഓരോ വിശദാംശങ്ങൾ, പാണ്ഡവരുടെ പക്ഷത്ത് ആരൊക്കെ ഉണ്ടായിരുന്നു, കൗരവരുടെ പക്ഷത്ത് ആരൊക്കെ ഉണ്ടായിരുന്നു, എങ്ങനെയാണ് അവിടുത്തെ സേനാവ്യൂഹം, അതിന് മുമ്പിൽ നിന്നതാരാണ്, പിന്നിൽ നിന്ന് ആരായിരുന്നു, എന്തൊക്കെ ആയുധങ്ങൾ ഉപയോഗിച്ചു, ഇങ്ങനെ ഓരോ കാര്യങ്ങളും സഞ്ജയനോട് ചോദിക്കുകയും സഞ്ജയൻ ഇതിനെല്ലാം മറുപടി പറയുകയും ചെയ്യുന്നു. ധൃതരാഷ്ട്ര അന്ധനായതുകൊണ്ട് ഈ വിവരങ്ങളൊന്നും നേരിട്ട് അറിയുന്നതിന് കഴിയില്ല. ഈ വിവരങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കെ സഞ്ജയൻ പറയും, എനിക്ക് യുദ്ധത്തെ സംബന്ധിച്ചുള്ള സർവ്വ വിവരങ്ങളും അങ്ങേക്ക് പറഞ്ഞു തരാൻ കഴിയും. ഈ യുദ്ധം പല ഭാഗങ്ങളിലായി കുരുക്ഷേത്രത്തിൽ നടക്കുകയാണ്. ഒരാൾക്കും ആ യുദ്ധത്തെ മുഴുവനെ കാണാൻ കഴിയത്തില്ല, കാരണം അത്രയും വിപുലമാണ്. 18 അക്ഷോഹിണി സൈന്യങ്ങൾ പരസ്പരം ഏറ്റുമുട്ടുന്നത് ഒരു മനുഷ്യന്റെ കണ്ണുകൊണ്ട് കാണാൻ പറ്റത്തില്ല. പക്ഷെ എനിക്കതെല്ലാം കാണാൻ പറ്റും. ഈ യുദ്ധഭൂമിയിൽ ഏത് ഭാഗത്ത് എന്ത് നടക്കുന്നു അതറിയാം. അതുമാത്രമല്ല, യുദ്ധത്തിന്റെ പരിണാമം, ഇതവസാനം എങ്ങനെ അവസാനിക്കും എന്നുള്ളത് എനിക്കിപ്പോഴേ അറിയാം. ഇതിന്റെ ഭൂതഭാവികളെല്ലാം എനിക്കറിയാൻ കഴിയും. എനിക്ക് യുദ്ധത്തെ ഭൂമിയിൽ നിന്നുകൊണ്ട് കാണാൻ കഴിയും, ആകാശത്ത് നിന്ന് കാണാൻ കഴിയും. യുദ്ധത്തിൽ സാധാരണ മനുഷ്യന് കാണാൻ കഴിയാത്ത പല കാര്യങ്ങളുമുണ്ട്. അതായത് യുദ്ധത്തിൽ മരിക്കുന്ന ആത്മാക്കളുടെ ഗമനം പറ്റും, ആത്മാക്കൾ എങ്ങോട്ട് പോകുന്നു, അത്തരം കാര്യങ്ങളും എനിക്കറിയാൻ കഴിയും. ഇതെല്ലാം എന്തുകൊണ്ടാണ്? വ്യാസഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് കിട്ടിയതാണ്. അതുകൊണ്ട് ഈ യുദ്ധത്തെ സംബന്ധിച്ചുള്ള എല്ലാ വിവരങ്ങളും, അതുമാത്രമല്ല യുദ്ധഭൂമിയിൽ എവിടെ സഞ്ചരിച്ചാലും എന്റെ ദേഹത്ത് യാതൊരു ആയുധ പ്രയോഗവും ഏൽക്കത്തില്ല. ആര് പ്രയോഗിക്കുന്നതിന്? കാരണം യുദ്ധഭൂമിയിൽ ഇത് കാണാൻ ചെല്ലുമ്പോൾ ആയുധങ്ങൾ ഏൽക്കാം, അതും എനിക്ക് ഏൽക്കത്തില്ല. അതിനുള്ള എല്ലാത്തിനുള്ള വരദാനം എനിക്ക് വ്യാസഭഗവാനിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ യുദ്ധത്തെക്കുറിച്ച് ഉള്ള എല്ലാ വിവരങ്ങളും വിശദമായി ഞാൻ അങ്ങേക്ക് പറഞ്ഞു തരാം എന്ന് പറയും. അങ്ങനെ പറയുമ്പോൾ വീണ്ടും ധൃതരാഷ്ട്ര ചോദിക്കും, ആദ്യം 10 ദിവസം ആരാണ് സേനയെ നയിച്ചത്, നമ്മുടെ പക്ഷത്ത് എന്ത് വ്യൂഹമാണ്, ആരായിരുന്നു സേനാനായകൻ, ഇങ്ങനെ ഓരോ കാര്യങ്ങളും ചോദിച്ച് അതിന് സമാനം പറഞ്ഞ് വിശദീകരിച്ച് വരുന്ന കുറെ വിശദീകരണം കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ എന്ന് പറഞ്ഞ് ഈ അധ്യായം തുടങ്ങുന്നു. അപ്പൊ ഈ യുദ്ധത്തെ സംബന്ധിച്ചുള്ള പല വിശദീകരണങ്ങൾക്ക് ശേഷം ആണ് ഈ ഒരു അധ്യായത്തിൽ ഇങ്ങനെ തുടങ്ങുന്നത്. അത് നമ്മൾ മഹാഭാരതം തന്നെ എടുത്ത് വായിക്കുന്നു. ധൃതരാഷ്ട്ര ഉവാച എന്ന് പറയുമ്പോൾ ധൃതരാഷ്ട്ര ഇവിടെ വീണ്ടും ചോദിക്കുകയാണ്. ആ യുദ്ധത്തെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ പലതവണ പല രീതിയിൽ പറഞ്ഞിട്ടും കേട്ടിട്ടും മതി വരാതെ വീണ്ടും ചോദിക്കുകയാണ്.
ഇത് മുമ്പ് ചോദിച്ച ചോദ്യമാണ്, ആദ്യം ചോദിക്കുന്ന ചോദ്യമാണ്. ഒന്നാമത്തെ അധ്യായത്തിൽ ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേത യുത്സവഃ മാമക പാണ്ഡവാശ്ചൈവ കിമകുർവത സഞ്ജയ. ഇതിന് കൊടുത്തിരിക്കുന്നത് അർജുന വിഷാദ യോഗം എന്നാണ്. ഏതോ ആചാര്യൻ കൊടുത്തിരിക്കുന്ന ഒരു പേരാണ്. അർജുനന് വിഷാദം വരുന്നതും അവിടെ അതിന് ആ വിഷാദത്തെ നീക്കുന്നതിന് വേണ്ടി ഭഗവാൻ ഉപദേശിക്കാൻ തുടങ്ങുന്നതുമാണ് ഇവിടുത്തെ വിഷയം. ഇവിടെ ചോദിക്കുന്നത് ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ. കുരുക്ഷേത്രം ധർമ്മക്ഷേത്രമാണ്. ഈ കാര്യവും മഹാഭാരതത്തിൽ പല ഭാഗങ്ങളിലും വരുന്നുണ്ട്. ഇതിന്റെ വ്യാഖ്യാതാക്കൾ ഇതിന് പല പ്രമാണങ്ങളും ഉദ്ധരിച്ചിട്ട് പറയുന്നത് കുരുക്ഷേത്രം എന്ന് പറയുന്ന സ്ഥലപ്പേരാണ്. അതിന് ധർമ്മക്ഷേത്രം എന്നൊരു വിശേഷണം കൂടെ കൊടുത്തിരിക്കുന്നു. കാരണം ഈ കുരുക്ഷേത്രം യുദ്ധത്തിന് വേണ്ടിയല്ല, ഇത് യാഗത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു സ്ഥലമാണ്. യാഗം എന്ന് പറയുമ്പോൾ അവിടെ ധാരാളം പുണ്യകർമ്മങ്ങൾ നടക്കും, ദാനവും മറ്റും ഒരുപാട് നടക്കും. അങ്ങനെ ദാനവും അതുപോലെയുള്ള ധർമ്മപ്രവൃത്തികളും ധാരാളം നടന്നിട്ടുള്ള ഒരു സ്ഥലമാണ്. വാസ്തവത്തിൽ ഈ യുദ്ധം തന്നെ ഒരു യാഗമാണ്. മഹാഭാരതത്തിൽ പല ഭാഗങ്ങളിലും ഈ മഹാഭാരത യുദ്ധത്തെ ഒരു യാഗമായിട്ട് ചിത്രീകരിക്കുന്നുണ്ട്, ഒരു രൂപകം. അതായത് ഒരു വലിയ യാഗമാണ് അവിടെ നടക്കുന്നത്. അതിന് ഹോതാക്കളുണ്ട്, ഹവിസർപ്പിക്കുന്നുണ്ട്, അതിലൊരു പുരോഹിതനുണ്ട്. പൂർണ്ണമായും ഒരു യാഗത്തിന്റെ ഭാഗമായിട്ട് അവിടെ ഈ നടക്കുന്ന നരഹത്യ എന്ന് പറയുന്നത് യാഗത്തിൽ ഹവിസാണ്. യുദ്ധം എന്ന് പറയുന്ന അവിടുത്തെ അഗ്നിയാണ്. ഇത്തരത്തിൽ അതിനെ പൂർണ്ണമായും വളരെ കാവ്യഭാഷയിൽ മനോഹരമായി ഇതിനൊരു യാഗമായി ചിത്രീകരിക്കുന്നുണ്ട്. അപ്പോൾ കുരുക്ഷേത്രത്തിൽ നടക്കുന്ന യുദ്ധം പോലും ഒരു യാഗമാണ്. അതല്ലാതെ തന്നെ ഇവിടെ നൂറുകണക്കിന് യാഗം നടന്നിട്ടുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് ഈ കുരുക്ഷേത്രം ധർമ്മക്ഷേത്രമാണ്, ധർമ്മഭൂമിയാണ്, പുണ്യഭൂമിയാണ് എന്നുള്ള പ്രസിദ്ധി മഹാഭാരതത്തിൽ ഈ ശ്ലോകത്തിൽ മാത്രമല്ല ഇതിനു മുമ്പ് പല ഭാഗങ്ങളിലും കുരുക്ഷേത്രത്തെ, കാരണം കുരുക്ഷേത്രം യുദ്ധഭൂമിയായി നിർണയിക്കുന്ന സമയത്തും പറയുന്നുണ്ട്. ആ യുദ്ധത്തിന് പറ്റിയ ഒരു സ്ഥലമാണ്. കാരണം അന്ന് യുദ്ധം എന്ന് പറഞ്ഞാലും ഒരു ധർമ്മമാണ്, ക്ഷത്രിയന്റെ ധർമ്മമാണ്. വെറും ഒരു അടിപിടിയല്ല യുദ്ധം, ക്ഷത്രിയ ധർമ്മമാണ് യുദ്ധം. അപ്പോൾ ധർമ്മകാര്യം ചെയ്യുന്നതിന് യോഗ്യമായ സ്ഥലമാണ്. അതുകൊണ്ട് കുരുക്ഷേത്രത്തെ ധർമ്മക്ഷേത്രം എന്ന് വിശേഷിപ്പിക്കുകയാണ്. അങ്ങനെയുള്ള ധർമ്മക്ഷേത്രമാകുന്ന കുരുക്ഷേത്രത്തിൽ സമവേതാഹ കൂടിച്ചേർന്നവരാണ്, ഒരുമിച്ച് ചേർന്നവരാണ്. ആര്? യുത്സവഃ യുദ്ധം ചെയ്യാൻ താല്പര്യമുള്ളവർ. ആരൊക്കെയാണ്? മാമകാഹ എന്റെ ആൾക്കാർ, പാണ്ഡവാഹ പാണ്ഡുപുത്രന്മാര്, ച ഏവ എന്റെ ആൾക്കാരും പാണ്ഡുപുത്രന്മാരും. അവര് സഞ്ജയ, അല്ലയോ സഞ്ജയ, കിം അകുർവത എന്ത് ചെയ്തു? യുദ്ധം ചെയ്യാൻ കൂടിച്ചേർന്നവർ എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. യുദ്ധത്തെക്കുറിച്ചെല്ലാം സഞ്ജയൻ വളരെ വിശദീകരണങ്ങൾ നടത്തി. യുദ്ധം ആരംഭിച്ചു, 10 ദിവസം കഴിഞ്ഞു, ഭീഷ്മപിതാമഹൻ വീണു കഴിഞ്ഞു. അപ്പോ തന്നെ പറയും ഭീഷ്മപിതാമഹൻ വീണതോടുകൂടി അവിടെ യുദ്ധം അവസാനിച്ചു കഴിഞ്ഞു എന്ന് പറയും മഹാഭാരതത്തിൽ തന്നെ. കാരണം യുദ്ധത്തിന്റെ പ്രധാന കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളവരെല്ലാം 1-2 ദിവസത്തിൽ കൂടുതൽ ആർക്കും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇത്രയും സംഭവങ്ങൾക്ക് ശേഷം വീണ്ടും ധൃതരാഷ്ട്ര ചോദിക്കുകയാണ്, യുദ്ധം ചെയ്യാൻ കൂടിച്ചേർന്നവർ അവിടെ എന്ത് ചെയ്തു എന്ന് പറഞ്ഞ ആ ചോദ്യത്തിന്റെ താല്പര്യം, അതായത് ആ യുദ്ധം ഏത് തരത്തിലായിരുന്നു നടന്നത് എന്നറിയാൻ വേണ്ടിയിട്ടാണ്. യുദ്ധത്തിൽ എന്തൊക്കെ സംഭവിച്ചു, ഒരു യുദ്ധം തുടങ്ങുമ്പോൾ ആ യുദ്ധം ഏതെല്ലാം തരത്തിലാണ് നടന്നത്, അതിന്റെ വിശേഷത അതറിയാൻ വേണ്ടിയിട്ടാണ് അവരെന്ത് ചെയ്തു എന്ന് ചോദിക്കുന്നത്. അതായത് അസേനാ വ്യൂഹങ്ങൾ എങ്ങനെയായിരുന്നു, നായകന്മാരെങ്ങനെയല്ല, അടുത്തു കൊടുക്കുന്ന വിശദീകരണം എങ്ങനെയാണ്. അപ്പൊ ഈ ചോദ്യം
ധൃതരാഷ്ട്ര പലതവണ ചോദിക്കുന്നുണ്ട് ഇതിനു മുമ്പ്. ഈ ഗീതാപർവത്തിൽ മഹാഭാരതത്തിൽ ചോദിക്കുന്നുണ്ട് ഈ ചോദ്യം. അവര് അവിടെ എന്ത് ചെയ്തു, എങ്ങനെ ചെയ്തു? കാരണം അതിന്റെ ഓരോ വിശദാംശങ്ങളും ധൃതരാഷ്ട്രക്ക് അറിയണം. അപ്പൊ മുമ്പ് ചോദിക്കുന്ന ഭാഗങ്ങളിൽ ഭീഷ്മർ എങ്ങനെ വീണു, ഭീഷ്മർക്ക് എന്തുകൊണ്ട് പതനം സംഭവിച്ചു, ഭീഷ്മര് യുദ്ധത്തിൽ ഏത് സ്ഥാനത്താണ് നിന്നത്, ഭീഷ്മരുടെ മുമ്പിൽ ആരാണ് നിന്നത്, പിന്നിൽ ആര് നിന്നു, ഭീഷ്മരുടെ ചുറ്റും ആരെല്ലാം നിന്നു, ഇങ്ങനെ ഓരോ കാര്യങ്ങളെക്കുറിച്ചും ചോദിക്കുന്നുണ്ട്. അവിടെയെല്ലാം ഇതുപോലെ ചോദിക്കാം, കിമകുർവത, എന്താണ് ചെയ്തത് എന്ന്. അപ്പൊ ഈ പശ്ചാത്തലം, മഹാഭാരതത്തിന്റെ പശ്ചാത്തലം മനസ്സിലാക്കാതെ ഈ ശ്ലോകത്തെ മഹാഭാരതം മറിച്ചുപോലും നോക്കാതെ ഗീതയെ വ്യാഖ്യാനിച്ചിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഈ കിമകുർവത എന്നുള്ളതിന് അവരവരുടെ കൽപ്പനകളനുസരിച്ച്, അതായത് യുദ്ധം തുടങ്ങാൻ നേരത്ത് രണ്ടുപേരും പേടിച്ച് മാറിപ്പോയോ, ധർമ്മഭൂമി ആയതുകൊണ്ട് ഇനി യുദ്ധം നടന്നില്ലേ, അങ്ങനെയൊന്നും ഒരു ചോദ്യത്തിനോട് പ്രസക്തിയില്ല. കാരണം യുദ്ധം നടന്നു കഴിഞ്ഞതായിട്ടും ഭീഷ്മർ വീണതായിട്ടും എല്ലാം അറിഞ്ഞതിന് ശേഷം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പൊ പിന്നെ യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോ, ഈ തരത്തിലൊക്കെയുള്ള വ്യാഖ്യാനങ്ങൾ ഒരുപാടുണ്ട്. മലയാളത്തിലും പലരും എഴുതി വെച്ചിട്ടുണ്ട്. അത് കാരണം എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇതാണ്, ഇതൊന്നും വേണ്ട രീതിയിൽ പഠിക്കാനോ മനസ്സിലാക്കാനോ ഒന്നും ശ്രമിക്കാതെ മറ്റുള്ളവരെ പഠിപ്പിക്കാൻ ശ്രമിക്കും. അതും പ്രസംഗിച്ചാൽ കുഴപ്പമില്ല, വായു ലയിച്ചു പോകും. ഇത് പുസ്തകം തന്നെ എഴുതി വെച്ചുള്ളൂ. എല്ലാ വിവരക്കേടും ആധികാരികമായി രേഖപ്പെടുത്തി വയ്ക്കും. വരും തലമുറ മനസ്സിലാക്കട്ടെ തനിക്ക് എന്തുമാത്രം ഇക്കാര്യത്തിൽ വിവരക്കേടുണ്ടെന്ന്. അങ്ങനെ ചെയ്തുകൊണ്ട് അതുകൊണ്ട് ഈ പശ്ചാത്തലം പലരും ഈ ശ്ലോകം വ്യാഖ്യാനിച്ചിട്ടുള്ളത്. ഞാനും അങ്ങനെ ഈ വ്യാഖ്യാനങ്ങളൊക്കെ വായിച്ച് വളരെ കാലം ധരിച്ചിരുന്നു ഈ സംഭാഷണം നടക്കുന്ന യുദ്ധത്തിന് മുമ്പാണ് ധരിച്ചിരുന്നു വളരെ കാലം. മഹാഭാരതം വായിച്ചു നോക്കിയപ്പോഴാണ് മനസ്സിലായത് യുദ്ധത്തിന് മുമ്പല്ല, യുദ്ധത്തിന്റെ മധ്യത്തിലാണ് ഈ തുടക്കം, ഈ സംഭാഷണം നടക്കുന്നത്. അതും ഈ യുദ്ധത്തെ സംബന്ധിച്ചുള്ള പല പല കാര്യങ്ങളും ചർച്ച ചെയ്തതിനു ശേഷം. ഈ ഭീഷ്മപർവത്തിനുള്ളിൽ ഭഗവത്ഗീതാ പർവത്തിൽ പല അധ്യായങ്ങളും കഴിഞ്ഞതിന് ശേഷമാണ്. കൃത്യമായി എത്ര അധ്യായം കഴിഞ്ഞെന്ന് ഞാൻ ഓർമ്മിക്കുന്നില്ല. പക്ഷെ പല അധ്യായങ്ങളും യുദ്ധത്തെക്കുറിച്ച് സംഭാഷണം, അതിനെ സംബന്ധിച്ചുള്ള രണ്ടുപേരും തമ്മിലുള്ള സംഭാഷണത്തിന് ശേഷമാണ് ചോദിക്കുന്നത്. വീണ്ടും ചോദിക്കുകയാണ്. നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചുള്ള വിവരണം അറിയാൻ വേണ്ടി നമ്മൾ പലതവണ ചോദിക്കും, അതെങ്ങനെയായിരുന്നു, എങ്ങനെയായിരുന്നു, എങ്ങനെ സംഭവിച്ചു. കാരണം ആ ജിജ്ഞാസ കൊണ്ടാണ്. കാരണം ധൃതരാഷ്ട്രർ പറയുന്നുണ്ട്, ദേവന്മാരുകൂടി യുദ്ധത്തിൽ ഏർപ്പെട്ട് പരാജയപ്പെട്ടുപോയ ആളാണ് ഭീഷ്മപിതാമഹൻ. പരശുരാമനെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തി. ദേവന്മാരെ അസുരന്മാരെ പരാജയപ്പെടുത്തുന്നതിന് വന്ന് പ്രാർത്ഥിച്ച് ഭീഷ്മരുടെ സഹായം തേടിയിട്ടുണ്ട്. ഒരിക്കലും ആർക്കും യുദ്ധത്തിൽ ഭീഷ്മരെ പരാജയപ്പെടുത്താനും കഴിയില്ല. അങ്ങനെയുള്ള ഭീഷ്മർ യുദ്ധഭൂമിയിൽ വീണുപോയി, മരിച്ചിട്ടില്ല. അങ്ങനെയുള്ള ഒരു യുദ്ധം അതെങ്ങനെ സംഭവിച്ചു? പാണ്ഡവന്മാരുടെ പക്ഷത്ത് സൈന്യം കുറവാണ്, സാരഥികൾ കൂടുതലും ദുര്യോധനന്റെ ഭാഗത്താണ്. എന്നിട്ടും ഈ യുദ്ധത്തിൽ ഇതെങ്ങനെ സംഭവിച്ചു? ഇതാണ് ധൃതരാഷ്ട്രർക്ക് അറിയേണ്ടത്. അപ്പോൾ ധൃതരാഷ്ട്ര വലിയ യുദ്ധതന്ത്രജ്ഞനാണ്. ആ യുദ്ധം ചെയ്തതിൽ എന്തെങ്കിലും അപാകത വന്നു, ഇതുവരെയുള്ള സേനാ വിന്യാസത്തിൽ എന്തെങ്കിലും പാകപ്പിഴ വന്നു, ഇത് ഈ സംഭാഷണത്തിനിടയ്ക്ക് തന്നെ പറയുന്നുണ്ട്. ധൃതരാഷ്ട്രനും സഞ്ജയനും തമ്മിൽ ഭീഷ്മര് ശിഖണ്ഡിയോട് യുദ്ധം ചെയ്യത്തില്ല. ഭീഷ്മർ തന്നെ ദുര്യോധനോട് യുദ്ധം തുടങ്ങുന്ന മുമ്പ് തന്നെ പറയുന്നുണ്ട്, ആ ശിഖണ്ഡി അയാൾ സ്ത്രീയായി ജനിച്ചവൻ ആണ്, ഇപ്പൊ പുരുഷനായി യുദ്ധത്തിന് നിൽക്കുകയാണ്. അങ്ങനെയുള്ള ഒരുത്തനോട് ഞാൻ, ആണും പെണ്ണും കെട്ട ഒരാളോട് ഞാൻ യുദ്ധത്തിന് തയ്യാറായില്ല. അപ്പൊ എന്റെ യുദ്ധത്തിൽ ഞാൻ അർജുനനെ നേരിടും, പക്ഷെ അത് ശിഖണ്ഡിയെ ഉപേക്ഷിച്ചിട്ടായിരിക്കും. മനസ്സുകൊണ്ടും യുദ്ധത്തിലും നേരിട്ട് വന്നാൽ യുദ്ധം ചെയ്യത്തില്ല. അങ്ങനെ ഉപേക്ഷിച്ചിട്ടായിരിക്കും ഞാൻ യുദ്ധം ചെയ്യുന്നത് എന്ന് ആദ്യമേ തന്നെ ദുര്യോധനോട് പറയുന്നുണ്ട്. ദുര്യോധന ഇക്കാര്യം നല്ലവണ്ണം അറിയാം. അതുകൊണ്ട് ദുര്യോധനൻ മറ്റുള്ള എല്ലാ സേനാ നായകന്മാരെയും വിളിച്ചു പറയുന്നുണ്ട്, ശിഖണ്ഡി ഭീഷ്മരെ കൊന്നുകളയും.
കാരണം ശിഖണ്ഡി നേരിട്ട് വന്ന അസ്ത്രപ്രയോഗം നടത്തിയാൽ ഭീഷ്മർ തിരിച്ച് യുദ്ധം ചെയ്യത്തില്ല, അവിടെ ഉപേക്ഷ വിചാരിക്കത്തേ ഉള്ളൂ. അപ്പോൾ ആ പഴുതുപയോഗിച്ച് ശിഖണ്ഡി കൊല്ലും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും അടുത്ത് പറയുന്നുണ്ട്, അത് വീണ്ടും പറയുന്നുണ്ട്, നിങ്ങളെല്ലാവരും ഭീഷ്മരെ രക്ഷിക്കണം. ഇവിടെ അടുത്ത് പറയുന്നുണ്ട് ഭീഷ്മമേവ അഭിരക്ഷന്തു, നിങ്ങളെല്ലാവരും ഭീഷ്മനെ രക്ഷിക്കണം എന്ന് പറയും. ഭീഷ്മനെ രക്ഷിക്കാൻ പറയുന്നത് എന്തുകൊണ്ട്? മഹാരഥനായ ഭീഷ്മരെ രക്ഷിക്കാൻ വേറെ ഒരാളുടെ ആവശ്യമില്ല. പക്ഷെ അതിന് കാരണം ഇതാണ്. കാരണം ദുര്യോധനൻ പറയും ഭീഷ്മരെ ശിഖണ്ഡി കൊല്ലും, ഭീഷ്മരെ ശിഖണ്ഡിയോട് യുദ്ധം ചെയ്യത്തില്ല. അപ്പൊ ഭീഷ്മരെ രക്ഷിക്കുന്നതിന് വേണ്ടി വലിയൊരു ധൃതരാഷ്ട്രരുടെ മക്കൾ 100 പേരിൽ ദുര്യോധനൻ, ദുശാസനൻ എന്നിവരൊഴികെയുള്ള വലിയൊരു സംഘത്തെ തന്നെ ഭീഷ്മരുടെ ചുറ്റും നിർത്തും. കൃപാചാര്യരെയും മറ്റും ഭീഷ്മരുടെ ഇടതും വലതുമായി നിർത്തി ഭീഷ്മരെ രക്ഷിക്കാൻ വേണ്ടി. കാരണം ഭീഷ്മരെ രക്ഷിക്കുന്നതായിരുന്നു ശിഖണ്ഡിയിൽ നിന്നും ഭീഷ്മരെ രക്ഷിക്കാൻ വേണ്ടി മഹാരഥികളെല്ലാം ഭീഷ്മരുടെ ചുറ്റും നിർത്തിയാണ് യുദ്ധം ചെയ്യുന്നത്. അപ്പോൾ ഈ കാര്യം ധൃതരാഷ്ട്രർക്കും അറിയാം, സഞ്ജയനറിയാം, ദുര്യോധനറിയാം ഭീഷ്മർക്ക് ഇങ്ങനെ ഒരു അപകടമുണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഭീഷ്മർ യുദ്ധത്തിൽ വീണു കഴിഞ്ഞു എന്നറിയുമ്പം വീണ്ടും ചോദിക്കുന്നത് അവരെന്താണ് അവിടെ ചെയ്തത്, എന്തുകൊണ്ട് അവരുടെ ആ യുദ്ധത്തിന് എന്ത് പാകപ്പിഴയാണ് സംഭവിച്ചത്, ഭീഷ്മരെ അവിടെ ചോദിക്കും. ഭീഷ്മരെ രക്ഷിക്കുന്നതിനുള്ള വേണ്ട സന്നാഹങ്ങൾ ഏർപ്പെടുത്തിയില്ലേ എന്നെല്ലാം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം വെച്ചുകൊണ്ടാണ് ചോദിക്കുന്നത് ആ ധർമ്മക്ഷേത്രമായ പുണ്യഭൂമിയിൽ. പിന്നെ മറ്റൊന്നുണ്ട്, അത് ധർമ്മയുദ്ധമാണ് നടക്കുന്നത്. പക്ഷെ ധർമ്മയുദ്ധം പേരിനെ നടന്നുള്ളൂ. മഹാഭാരത യുദ്ധം തുടങ്ങി കഷ്ടിച്ച 3 ദിവസം മാത്രമേ ധർമ്മയുദ്ധത്തിന്റെ നിയമങ്ങൾ രണ്ടു കൂട്ടരും പാലിച്ചുള്ളൂ. അതും പറയുന്നുണ്ട് മഹാഭാരതത്തിന്റെ. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ആ യുദ്ധത്തിന്റെ നിയമങ്ങളെല്ലാം രണ്ടു കൂട്ടരും വിട്ടുകളഞ്ഞു. അവസാനം പൂർണ്ണമായും അധാർമികമായ രീതിയിലാണ് യുദ്ധം അവസാനിക്കുന്നത്. രാത്രി ഉറങ്ങിക്കിടക്കുന്ന സൈനികരെയെല്ലാം ചുട്ടുകൊല്ലുകയും പിന്നെ പലതരത്തിൽ രാത്രി യുദ്ധം ചെയ്യാൻ പാടില്ല എന്നുള്ള നിയമങ്ങൾ പാലിക്കുക, യുദ്ധത്തിൽ പിന്തിരിഞ്ഞോടുന്നവനെ കൊല്ലാൻ പാടില്ല, ആയുധമില്ലാത്തവനെ കൊല്ലാൻ പാടില്ല, ഈ നിയമങ്ങളെല്ലാം ലംഘിച്ചു. ആ യുദ്ധത്തിന് ധർമ്മത്തിൽ നിൽക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ധർമ്മത്തിൽ തന്നെ യുദ്ധം നടക്കണം എന്നുള്ളതുകൊണ്ടാണ് ഈ പുണ്യഭൂമിയായ കുരുക്ഷേത്രത്തെ തന്നെ തിരഞ്ഞെടുത്തത്. പക്ഷെ അതൊന്നും നിലനിന്നില്ല. അത് യുദ്ധത്തിന്റെ ഒരു സ്വഭാവമാണ്. അതിലൊരിക്കലും യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ധർമ്മം അവിടെ നിലനിർത്താൻ പ്രയാസമാണ്. അതുകൊണ്ടാണ് യുദ്ധത്തെ ഒരു മാർഗമായി സ്വീകരിക്കരുതെന്ന് ആചാര്യന്മാർ പറയുന്നതും സൂചിപ്പിക്കുന്നതും അതാണ്. യുദ്ധം ഒരിക്കലും ഒരു പോംവഴിയല്ല. ആ യുദ്ധത്തിലൂടെ ഒരിക്കലും ധർമ്മത്തെ നിലനിർത്താൻ സാധ്യമല്ല. യുദ്ധവും ധർമ്മവും ഒരുമിച്ച് പോകത്തില്ല. യുദ്ധത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും ആ ധർമ്മത്തെ ആ യുദ്ധമധ്യത്തിൽ തന്നെ വിടിയേണ്ടി വന്നു. അത് വ്യാസഭഗവാൻ മഹാഭാരത യുദ്ധത്തിലൂടെ അത് വളരെ വ്യക്തമാക്കുന്നു. അപ്പം മഹാഭാരത യുദ്ധത്തെ ഇവിടെ ഭഗവാൻ അവതരിപ്പിക്കുന്നത് പോലും അങ്ങനെ ഗീതയിൽ ഒരു ആക്ഷേപവും പറയുന്നുണ്ട്. ഇത് യുദ്ധശാസ്ത്രമാണ്, യുദ്ധത്തിന് പ്രേരിപ്പിക്കുന്ന ശാസ്ത്രമാണ്, രക്തച്ചൊരിച്ചിലിനും മനുഷ്യനെ കൊല്ലാനും ഒക്കെ പ്രേരിപ്പിക്കുന്നതാണ് എന്നൊരാക്ഷേപം ഗീതയിൽ പറയുന്നുണ്ട്. പക്ഷേ വ്യാസഭഗവാന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത അതാണ്. വ്യാസഭഗവാൻ ഏത് വിഷയത്തെക്കുറിച്ച് അവതരിപ്പിച്ചാലും ശരി അത് പൂർണ്ണമായും സത്യസന്ധമായി ഏതെങ്കിലും ഒരു പക്ഷത്തെ ഏതെങ്കിലും തരത്തിൽ സമർത്ഥിക്കുന്നതിനോ സ്ഥാപിക്കുന്നതിനോ ഉള്ള യാതൊരു വ്യഗ്രതയില്ലാതെ ഉള്ള കാര്യങ്ങൾ ഉള്ളതുപോലെ അവതരിപ്പിക്കുക. അതാണ് വ്യാസഭഗവാന്റെ രചനയുടെ മൊത്തത്തിലുള്ള ഒരു പ്രത്യേകത. അത് യാതൊരു തരത്തിലുള്ള പക്ഷപാതങ്ങൾ, മനുഷ്യന്റെ ബുദ്ധിയുടെ ഒരു ദോഷമാണ് പക്ഷപാതം. എന്നുവെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള ആരെങ്കിലും തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ നമ്മളതിനെ ന്യായീകരിക്കും. നമുക്ക് വിരോധമുള്ള, നമുക്ക് ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഒരു ശരി ചെയ്താൽ അതിൽ നമ്മൾ ദോഷത്തെ കണ്ടെത്താൻ ശ്രമിക്കും. ഇത് മനുഷ്യന്റെ ബുദ്ധിയുടെ പക്ഷപാതമാണ്.
നമ്മുടെ ചുറ്റുപാടും നടക്കുന്ന ഏത് വിഷയങ്ങളെയും നമുക്ക് നിരപേക്ഷമായി നിഷ്പക്ഷമായി കാണാൻ കഴിയത്തില്ല. ഇഷ്ടാനിഷ്ടങ്ങളിലൂടെ മാത്രമേ ഏത് പ്രശ്നങ്ങളെയും വിലയിരുത്താനും വിശകലനം ചെയ്യാനും നമുക്ക് കഴിയൂ ഒരു സാധാരണ മനുഷ്യൻ. എന്തുകൊണ്ട്? അവന്റെ മനസ്സ് ഈ രാഗദ്വേഷങ്ങൾക്ക് അടിമപ്പെട്ടിരിക്കുന്നുണ്ട്. അങ്ങനെ അല്ലാതെ നിഷ്പക്ഷത എന്ന് പറയുന്നത് വാക്കിലേ ഉള്ളൂ. ചിന്തയിലും പ്രവൃത്തിയിലും വാക്കിൽ പോലും അത് പൂർണ്ണമായി പരിപാലിക്കാൻ രാഗദ്വേഷങ്ങൾക്ക് വിധേയനായിരിക്കുന്ന ഒരു മനുഷ്യന് സാധ്യമേ അല്ല. പക്ഷെ വ്യാസന്റെ അവതരണം അങ്ങനെയല്ല. തന്റെ ജനനത്തെ പോലും വ്യാസൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മറ്റുള്ള ഒരു മനുഷ്യന് പറയാൻ അറപ്പുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ആ രീതിയിൽ സർവവും സത്യസന്ധമായി നിഷ്പക്ഷമായി അവതരിപ്പിച്ചിട്ടുള്ള വേറെ ഒരു എഴുത്തുകാരൻ ഇന്നുവരെ ഈ ലോകത്ത് ഭൂമണ്ഡലത്തിലുണ്ടായിട്ടില്ല. അങ്ങനെയുള്ള ആൾ മഹാഭാരത യുദ്ധത്തെയും മറ്റും ചിത്രീകരിക്കുമ്പോൾ അതിനെക്കുറിച്ച് പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളും പഠനങ്ങളും പിൽക്കാലത്ത് ഈ രാഗദ്വേഷങ്ങളുള്ള മനുഷ്യർ നടത്തിയിട്ടുണ്ട്. പക്ഷെ വ്യാസഭഗവാൻ അതിനെ അവതരിപ്പിക്കുമ്പോൾ ആ യുദ്ധത്തിന്റെ ദോഷങ്ങൾ, യുദ്ധം എന്ന് പറയുന്ന അവിടെ അനിവാര്യമായി തീർന്നു. മഹാഭാരത യുദ്ധത്തിന്റെ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് അനിവാര്യമായി ആർക്കും ഒഴിവാക്കാൻ വയ്യാത്ത ഒരു സംഭവമായിരുന്നത്. ഭഗവാനും വ്യാസനും അന്ന് ഋഷിമാരും ആചാര്യന്മാരും എല്ലാവരും ശ്രമിച്ചതാണ് ഇത് ഒഴിവാക്കാൻ. വ്യാസൻ ഉൾപ്പെടെയുള്ളവരെല്ലാം, സഞ്ജയനും വ്യാസനും എല്ലാവരും ശ്രമിച്ചു. പക്ഷെ അത് ഒഴിവായില്ലെന്ന് ചിലത് അനിവാര്യതയാണ്. അപ്പോൾ അനിവാര്യതയിൽ ആ യുദ്ധം സംഭവിക്കുന്നു. ആ യുദ്ധം കൊണ്ടുവരുന്ന ധർമ്മസംസ്ഥാപനത്തിന് വേണ്ടി ധർമ്മയുദ്ധം എന്നാണ് തുടങ്ങിയത്. പക്ഷെ അത് ധർമ്മയുദ്ധമായി നിലനിന്നില്ല. അതിലൊരുപാട് അധർമ്മങ്ങൾ ആ യുദ്ധത്തെ സംഭവിച്ചു. അത് ഓരോ കാര്യങ്ങളും വ്യാസൻ എടുത്തെടുത്ത് പറയുന്നു. അതിന് വരുന്ന ശരിയും തെറ്റും അതേപടി വിശദീകരിക്കുന്നുണ്ട്. അതിനൊന്നും യാതൊരു തരത്തിലുള്ള മായങ്ങളും മാലിന്യങ്ങളും ഒന്നും കലർത്താതെ. അപ്പോൾ ഇവിടെ ധർമ്മക്ഷേത്രം, പുണ്യഭൂമി എന്നാണ് അതിന്റെ അർത്ഥം. ധർമ്മക്ഷേത്രം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പുണ്യഭൂമി എന്നാണ്. ആ പുണ്യഭൂമിയെ തന്നെ യുദ്ധത്തിന് തിരഞ്ഞെടുത്തത് അവിടെ ആ യുദ്ധത്തിലും ധർമ്മം രണ്ടു കൂട്ടരും പരിപാലിക്കട്ടെ എന്നുള്ള ഉദ്ദേശത്തിലായിരുന്നു. ക്ഷേത്രം എന്ന് വെച്ചാൽ ഭൂമി എന്നാണ് അർത്ഥം, ധർമ്മം എന്ന് വെച്ചാൽ പുണ്യം. പക്ഷെ അത് നടന്നില്ല. അത് നടന്നിരുന്നെങ്കിൽ ഭീഷ്മരെ തോൽപ്പിക്കാൻ കഴിയത്തില്ല, ഭീഷ്മരെ വീഴത്തില്ല. അങ്ങനെ ഓരോ സംഭവങ്ങളും അവിടെ നടക്കേണ്ട ധർമ്മമാണ് നടന്നിരുന്നെങ്കിൽ ഒന്നും നടക്കത്തില്ലായിരുന്നു. ധർമ്മപുത്രർ അതും പറയുന്നുണ്ട് മഹാഭാരതത്തിൽ തന്നെ. ധർമ്മപുത്രർ യമന്റെ മകനാണ്, ധർമ്മത്തിൽ വളരെ നിഷ്ഠയുള്ള ആളാണ്. ആ അദ്ദേഹത്തിന്റെ ധർമ്മബലം കൊണ്ട്, ധർമ്മത്തിലുള്ള നിഷ്ഠ കൊണ്ട് യുദ്ധഭൂമിയിൽ ആ പുണ്യഭൂമിയിൽ സ്പർശിക്കാതെയാണ് ധർമ്മപുത്രന്റെ രഥം സഞ്ചരിച്ചിരുന്നതെന്നാണ് തുടക്കത്തിൽ. പക്ഷെ ആ ധർമ്മപുത്രർക്ക് പോലും യുദ്ധത്തിൽ ധർമ്മത്തെ പാലിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് യുദ്ധം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ധർമ്മപുത്രരുടെ രഥവും ആ ഭൂമിയിൽ മറ്റു രഥങ്ങളെപ്പോലെ ഉരുണ്ട് നീങ്ങാൻ തുടങ്ങിയെന്നാണ് മഹാഭാരതത്തിൽ തന്നെ പറയുന്നത്. കാരണം അവിടെ ധർമ്മത്തിന് ച്യുതി സംഭവിച്ചു. അതുകൊണ്ടാണോ ഇതൊക്കെ സംഭവിച്ചത്, ഭീഷ്മർ വീണത്? ഇതെല്ലാം മനസ്സിൽ വയ്ക്കുകയല്ല, ചോദിക്കുന്നുണ്ട് ധൃതരാഷ്ട്രം. മഹാഭാരതം എടുത്തതിന്റെ മുൻഭാഗം വായിച്ചു നോക്കും. അതുകൊണ്ടാണ് ഇവിടെ ചോദിക്കുന്നത് ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ. അവിടെ യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരായി കൂടിച്ചേർന്ന എന്റെ ആൾക്കാരും തന്റെ പുത്രരോടുള്ള തന്റെ പക്ഷത്തോടുള്ള വാത്സല്യവും സ്നേഹവും മമതയും കൊണ്ട് ചോദിക്കുകയാണ്, എന്റെ ആൾക്കാരും പാണ്ഡുപുത്രന്മാരും എന്ത് ചെയ്തു എന്ന് സഞ്ജയനോട് ചോദിക്കുന്നു. അതിന്റെ അന്വയം സഞ്ജയ. അല്ലയോ സഞ്ജയ, ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ, ധർമ്മക്ഷേത്രമാകുന്ന കുരുക്ഷേത്രത്തിൽ
യുയുത്സവഃ സമവേതാഃ. യുയുത്സു എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുന്നവൻ, അതാണ് യുയുത്സു. അതിന്റെ ബഹുവചന ശബ്ദമാണ് യുയുത്സവഃ, പ്രഥമ ബഹുവനം. യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ. ആയി സമവേതാഃ, കൂടിച്ചേർന്നവർ. സമവേതാഃ അവിടെ വിസർഗമുണ്ട്, പക്ഷെ സന്ധി വരുമ്പോൾ ആ വിസർഗം അങ്ങ് ലോപിച്ചു. അതാണ് സമവേത ആകാരാന്തമായി എഴുതിയിരിക്കുന്നത്. യുയുത്സവഃ സമവേതാഃ, യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരായി കൂടിച്ചേർന്നിരിക്കുന്ന. മാമകാഃ പാണ്ഡവാഃ ച ഏവ. മാമകാഃ എന്റെ ആൾക്കാരും, പാണ്ഡവാഃ പാണ്ഡവന്മാരും, ച ഏവ. വ്യാസനെ കുറിച്ചൊരു ആക്ഷേപമുണ്ട്. ചകാരപ്രിയോ വ്യാസ. വ്യാസൻ ചകാരപ്രിയനാണെന്നാണ്. കാരണം ഈ ച എന്ന് പറയുന്ന ശബ്ദം ധാരാളമായി ഉപയോഗിക്കും. മിക്കവാറും എല്ലാ ശ്രമങ്ങളും ച ച എന്ന് വിചാരിക്കും. വ്യാഖ്യാനിക്കുന്നവര് ചില വ്യാഖ്യാനങ്ങൾ നിർബന്ധപൂർവ്വം ഈ ചകാരത്തിനെയൊക്കെ വ്യാഖ്യാനിക്കും. പക്ഷെ അത്ര വാശി വേണമെന്ന് പക്ഷെ എല്ലാവർക്കും ഇല്ല. അതായത് ശ്ലോകങ്ങളിൽ വൃത്തം, പാദപൂരണം, വൃത്തഭംഗം വരാതിരിക്കാൻ വേണ്ടി. വൃത്തഭംഗം വന്നു കഴിഞ്ഞാൽ ചൊല്ലുന്നിടത്ത് ആ താളത്തിന് ഒരു ഭംഗം വരും. ആ താളഭംഗം വരാതിരിക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ച, ഹ, വ, ഏവ തുടങ്ങിയ ശബ്ദങ്ങളൊക്കെ പ്രയോഗിക്കും. പലയിടത്തും പ്രയോഗിച്ചിരിക്കുന്ന ആ രീതിയിലാണ്. പക്ഷെ ചിലർ അതിനെയും വ്യാഖ്യാനിച്ച് ഓരോ അർത്ഥങ്ങൾ കൽപ്പിക്കും. നിർബന്ധമുള്ളവർക്ക് അങ്ങനെ വ്യാഖ്യാനിക്കാം. അങ്ങനെ വ്യാഖ്യാനിച്ചില്ല എന്ന് വിചാരിച്ച ദോഷമൊന്നും വരത്തില്ല. മാമകാഹ പാണ്ഡവാശ്ചൈവ. പാണ്ഡവാഹ ച ഏവ എന്നാണ് പിരിക്കുന്നത്. പാണ്ഡവാഹ ച ഏവ. ച ഏവ സന്ധി വരുമ്പോൾ ചെയ്വ. പാണ്ഡവാഹ അവിസർഗമാണ് ശകാരമായി മാറുന്നത് സന്ധി വന്നിട്ട്. അതുകൊണ്ട് പാണ്ഡവാശ്ചൈവ എന്ന് പറയുന്നു. ഭഗവത്ഗീത പദം തിരിച്ചു വായിക്കാനും പദങ്ങളുടെ അർത്ഥം മനസ്സിലാക്കാനും അന്വയിക്കാനും ഒക്കെ മനസ്സിലാക്കാനും വലിയ സംസ്കൃത പഠനമൊന്നും ആവശ്യമില്ല. സാമാന്യമായ രീതിയിൽ ആർക്കും മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. കിം അകുർവത, എന്ത് ചെയ്തു. അകുർവത എന്ന് പറയുന്ന ക്രിയാരൂപമാണ്. എന്ത് ചെയ്തു. ആ യുദ്ധത്തിന്റെ ആരംഭത്തിലും ഭീഷ്മ പിതാമഹൻ വീഴുന്നതുവരെയും എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ സംഭവിച്ചത്. ഇതാണ് വാസ്തവത്തിൽ ധൃതരാഷ്ട്രർ സഞ്ജയനിൽ നിന്നും മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നത്. അതിന് സമാധാനം അടുത്ത സഞ്ജയനം പറയുന്നു. സഞ്ജയ വാച ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേതായുത്സവഃ മാമകാ പാണ്ഡവാശ്ചൈവ കിമകുർവത സഞ്ജയ. സഞ്ജയ ഉവാച ദൃഷ്ട്വാ തു പാണ്ഡവാനീകം വ്യൂഢം ദുര്യോധനസ്തദാ ആചാര്യം ഉപസംഗമ്യ രാജാ വചനമബ്രവീത്. തഥാ അപ്പോൾ യുദ്ധം തുടങ്ങിയ സമയത്ത്, അതായത് ഈ അധ്യായത്തിന് തൊട്ടുമുമ്പുള്ള അധ്യായത്തിൽ പറഞ്ഞു നിർത്തിയത് ആ യുദ്ധത്തിന് വേണ്ടി രണ്ടു കൂട്ടരും രണ്ടു ഭാഗത്തും വന്ന് ചേരുന്ന യുദ്ധത്തിന്റെ ഒരുക്കങ്ങളുടെ അവസാന ഭാഗമാണ്. അതിനെ തുടർന്ന് പറയുകയാണ് തഥാ അപ്പോൾ. അങ്ങനെ രണ്ടു കൂട്ടരും വന്ന് അവിടെ നിന്ന് എന്ത് ചെയ്തു. രാജാ ദുര്യോധന, രാജാവായ ദുര്യോധനൻ യൂഢം പാണ്ഡവാനീകം ദൃഷ്ട്വാ. യൂഢം
പാണ്ഡവ സൈന്യത്തെ വജ്രവ്യൂഹത്തിൽ അർജുനൻ അണിനിരത്തിയിരിക്കുകയാണ്. ആ പാണ്ഡവാനീകത്തെ, പാണ്ഡവ ആനീകം സേന, ആനീകം എന്ന് പറഞ്ഞാൽ സേന എന്നാണ് അർത്ഥം. പാണ്ഡവാനാം ആനീകം, പാണ്ഡവസേന. വ്യൂഢം, വ്യൂഹം ചമയ്ക്കപ്പെട്ട, വ്യൂഢം പാണ്ഡവാനീകത്തിന്റെ വിശേഷണമാണ്. വ്യൂഹം ചമയ്ക്കപ്പെട്ടതായ പാണ്ഡവ സേനയെ ദൃഷ്ട്വാ, കണ്ടിട്ട്, ആചാര്യം, തന്റെ ആചാര്യനായ, തന്റെ ഗുരുവായ ദ്രോണാചാര്യരെ സമീപിച്ചിട്ട്, ഉപസംഗമ്യ സമീപിച്ചിട്ട്, ദ്രോണാചാര്യരെ സമീപിച്ചിട്ട്, ഉപസംഗമ്യ സമീപിച്ചിട്ട്, വചനം അബ്രവീത്, വചനത്തെ, ഇനി ഞാൻ പറയാൻ പോകുന്ന വചനത്തെ, വാക്യത്തെ അബ്രവീത് പറഞ്ഞു എന്നാണ്. തഥാ, അപ്പോൾ രാജാ ദുര്യോധന, രാജാവായ ദുര്യോധനൻ വ്യൂഢം പാണ്ഡവാനീകം, യുദ്ധസന്നദ്ധമായി വ്യൂഹം ചമയ്ക്കപ്പെട്ട പാണ്ഡവസേനയെ ദൃഷ്ട്വാ, കണ്ടിട്ട്, ആചാര്യം, ആചാര്യനായ ദ്രോണരെ സമീപിച്ച്, ഉപസംഗമ്യ സമീപിച്ചിട്ട്, വചനം അബ്രവീത്, ഇതം വചനം അബ്രവീത്, ഇനി പറയാൻ പോകുന്ന വാക്യത്തെ പറഞ്ഞു. അത് യുദ്ധത്തിന്റെ ആദ്യത്തിൽ ഇനി അടുത്ത് പറയും. ദ്രോണരെ സമീപിച്ച് പറയാൻ എന്താണ് കാരണം? അതിന് കാരണം ഈ ഭീഷ്മരുടെ കുറിച്ച് ദുര്യോധനന് നല്ലവണ്ണം അറിയാമെന്നുള്ളതുകൊണ്ടാണ്. കാരണം ഭീഷ്മരെ സംരക്ഷിക്കുന്നതിന് വേണ്ട വ്യവസ്ഥകൾ ചെയ്യുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടാണ് ദ്രോണരെ സമീപിച്ചടുത്ത് പറയും, ഭീമവേവ അവിരക്ഷൻ ഭവന്ത സർവൈവ ഹി എന്നാണ് പറഞ്ഞു കിടക്കുക. നിങ്ങളെല്ലാവരും ചേർന്ന് ഭീഷ്മരെ രക്ഷിക്കണം. കാരണം ഭീഷ്മരെ ശിഖണ്ഡി വധിക്കും, ഭീഷ്മരെ യുദ്ധഭൂമിയിൽ വീഴ്ത്തും എന്നുള്ളത് ദുര്യോധനറിയാം. അതിനുവേണ്ടി ശ്രമിക്കുമെന്നുള്ള കാര്യം അറിയാം. അതുകൊണ്ട് ബാക്കിയുള്ള എല്ലാവരും, ദ്രോണര്, കൃപര് തുടങ്ങിയ എല്ലാവരും ഭീഷ്മരെ സംരക്ഷിച്ചിരിക്കണം. ശിഖണ്ഡി ഭീഷ്മരുടെ നേരെ അസ്ത്രം പ്രയോഗിക്കാതെ ഭീഷ്മരെ സൂക്ഷിച്ചു നിൽക്കണം. അങ്ങനെ നിന്നുകഴിഞ്ഞാൽ ഭീഷ്മർക്ക് ഒറ്റയ്ക്ക് പാണ്ഡവ സൈന്യത്തെ മുഴുവനും നശിപ്പിക്കാൻ കഴിയും എന്ന് ദുര്യോധനറിയാം. അപ്പൊ ശരിക്കും ആ യുദ്ധതന്ത്രം മനസ്സിലാക്കിയിട്ടാണ് ആദ്യം തന്നെ ദ്രോണരെ പോയി കാര്യങ്ങളെല്ലാം ധരിപ്പിക്കുന്നത്. പക്ഷെ ഭീഷ്മര് സ്വയരക്ഷയ്ക്ക് താല്പര്യമില്ലാത്ത ആളാണ്. എങ്ങനെ ശിഖണ്ഡിയിൽ നിന്ന് തന്നെ രക്ഷിക്കുന്നതിന് ഭീഷ്മർക്ക് താല്പര്യമില്ല. ശിഖണ്ഡി വന്നു കഴിഞ്ഞാൽ ഭീഷ്മര് ആയുധം തൊടുക്കത്തില്ല. അത് തന്നെയാണ് പാണ്ഡവന്മാരുടെ ഉദ്ദേശം. ശിഖണ്ഡിയെ മറുവശത്ത് സംരക്ഷിക്കുന്ന അർജുനനാണ്. അർജുനൻ ശിഖണ്ഡിയെ മുൻനിർത്തി യുദ്ധം ചെയ്യുകയാണ്, സ്വയം ശിഖണ്ഡിക്ക് സംരക്ഷണം നൽകിക്കൊണ്ട്. അപ്പൊ അവർക്കും അറിയാം, ശിഖണ്ഡിയെ മുൻനിർത്തി യുദ്ധം ചെയ്ത് ശിഖണ്ഡിയെ സംരക്ഷിച്ചു കഴിഞ്ഞാൽ ശിഖണ്ഡിയുടെ അസ്ത്രം കൊണ്ട് ഭീഷ്മരെ വീഴ്ത്താൻ പറ്റും എന്ന്. അപ്പൊ ഈ രണ്ടു കൂട്ടർക്കും ഈ കാര്യങ്ങൾ അറിയാം. അതുകൊണ്ട് ഭീഷ്മരുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ ദുര്യോധനൻ ഭീഷ്മരെ രക്ഷിച്ചാൽ യുദ്ധം ചെയ്യിക്കാം. അതായിരുന്നു ദുര്യോധനന്റെ കണക്കുകൂട്ടൽ. പക്ഷെ അങ്ങനെ തന്നെയാണ് യുദ്ധം 10 ദിവസം നടന്നുകൊണ്ടിരുന്നത്. 10 ദിവസം കൊണ്ട് പാണ്ഡവസേനയ്ക്ക് വലിയ നാശനഷ്ടങ്ങളുണ്ടായി. പക്ഷെ ഭീഷ്മരെ വീണതോടുകൂടി ഭീഷ്മരെ രക്ഷിക്കാൻ കഴിയാതെ വന്നപ്പോൾ മഹാഭാരതത്തിൽ ഈ സന്ദർഭത്തിൽ പറയുന്ന ഭീഷ്മരുടെ രഥത്തിന്റെ ഓരോ ചക്രങ്ങളെയും സംരക്ഷിക്കുന്നതിന് 10,000 രഥികളുടെ വീതം ദുര്യോധനൻ നിയോഗിച്ചിരുന്നു എന്നാണ്. രഥത്തിൽ ഇരുന്ന് യുദ്ധം ചെയ്യുന്ന 10,000 പേരെ വീതം ഓരോ രഥചക്രത്തെയും, കാരണം ശിഖണ്ഡി വന്ന് ആക്രമിക്കാതിരിക്കും. അപ്പോൾ ആ തരത്തിൽ എല്ലാ സന്നാഹങ്ങളോടും കൂടിയാണ് യുദ്ധം തുടങ്ങുന്നത്. അതുകൊണ്ട് ആദ്യം ഈ കാര്യങ്ങളെല്ലാം ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഭീഷ്മരെ രക്ഷിക്കുക. അതാണ് ഇവിടുത്തെ പ്രധാനമായ യുദ്ധതന്ത്രം.
അതിനെ ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടി ഗുരുവിനെ സമീപിച്ചിട്ട് പറയുകയാണ്. അതാണ് ഇവിടെ ആചാര്യ ഉപസംഗമ്യ എന്ന് പറഞ്ഞത്. ആചാര്യനെ സമീപിച്ചിട്ട് സംസാരിക്കുന്നത്. ദൃഷ്ട്വാതു പാണ്ഡവാനീകം വ്യൂഢം ദുര്യോധനസ്തഥാ ആചാര്യം ഉപസംഗമ്യ രാജാ വചനമബ്രവീത്. ഗീത നമ്മൾ പഠിക്കുമ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. സാമാന്യമായി രീതിയിൽ ഇതിന്റെ പദച്ഛേദം, അന്വയം, പദങ്ങളുടെ അർത്ഥം ഇത്രയും മനസ്സിലാക്കിയിരിക്കണം. കാരണം അത് ലളിതമായതുകൊണ്ട്. അത് മനസ്സിലാക്കാതെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് പിന്നീട് സ്വയം മനസ്സിലാക്കുന്നതിന് ബുദ്ധിമുട്ട് വരും. ബാക്കി ഭാഗം അടുത്ത് നമ്മൾ ചർച്ച ചെയ്യാൻ അടുത്ത ക്ലാസ്.